മസാലകൾ, കറി പൗഡറുകൾ പതിവാക്കൂ. ശുദ്ധമായതിനെ എന്നും. നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞായറാഴ്ചയാണ്, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ വാനോളം പ്രതീക്ഷയുമായി ഇറങ്ങുന്നു. ദുബായിലെ സ്റ്റേഡിയത്തിൽ മത്സരം നടക്കും. ന്യൂസിലൻഡാണ് എതിരാളികൾ. നമുക്കറിയാം, ഈ ടൂർണമെന്റിൽ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു ടീം കൂടിയാണ് ന്യൂസിലൻഡ്. ഒരുപക്ഷെ ഇന്ത്യക്ക് തക്ക വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു ടീം കൂടിയാണ്. അവിടെയാണ് ആകാംക്ഷയോടെ കായിക പ്രേമികൾ കാത്തിരിക്കുന്നത്. ഇന്ത്യ ഇത്തവണ കിരീടം ചൂടുമോ എന്ന കാര്യത്തിൽ. മറ്റൊന്ന്, കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനം, അതിൻ്റെ വികസന നയരേഖയും പുതിയ വികസനത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതും അത് പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു അന്തിമ രൂപമൊക്കെ ആയി വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് സംസ്ഥാന സമ്മേളനം സമാപിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇതിനടക്കം നിരവധി വാർത്തകൾ പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. നമുക്കതിലേക്കൊക്കെ വരാം. അതിനു മുൻപ് നാട്ടിൽ എന്തുണ്ട് അതിലേക്ക്. കാസർഗോഡ് തെയ്യത്തിൻ്റെ സമയമാണിപ്പോൾ. അപ്പോൾ അവിടെ ഭക്തിപരമായി ഒരുപാട് ആചാരങ്ങൾ, നമുക്കറിയാം വ്യത്യസ്തമായ തെയ്യങ്ങളുണ്ട്, അത് ആഘോഷിക്കപ്പെടുകയാണ്. ഭക്തർക്ക് ദർശന സായുജ്യമേകി കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീരാവില്യം കഴകത്തിൽ പൂമാരുതൻ തെയ്യം കെട്ടിയാടി. കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായാണ് പൂമാരുതൻ തെയ്യം അരങ്ങിൽ എത്തിയത്. ക്ഷേത്രത്തിനു പുറത്തെ അണിയറയിൽ നിന്നും പൂമാരുതൻ തെയ്യം പുറപ്പെട്ടപ്പോൾ വാലിക്കാർ ആവേശത്താൽ ആർത്തുവിളിച്ചു. ശൈവാംശംഭൂതനായ ദേവന്റെ അവതാര നടനം കാത്തിരുന്ന ഭക്തർക്കും ആത്മസായുജ്യമായി. ആര്യനാട് ഉൾപ്പെടെയുള്ള നാടുകളിൽ നിന്നും കടലുകൾ താണ്ടി കപ്പലേറി വന്ന ദേവതകളാണ് മരക്കല ദേവതകൾ. അത്തരത്തിൽ ഒരിയരയിൽ കപ്പലിറങ്ങിയ ആര്യ പൂമാല എന്ന ദേവകന്യക സഹോദരസ്ഥാനം നൽകി കൂടെ കൂട്ടിയ മല്ലനാണ് പൂമാരുതൻ എന്നാണ് സങ്കല്പം. ദേവലോകത്തെ പൂങ്കാവനത്തിൽ മാരുതനായി ഒളിച്ചെത്തിയ യോദ്ധാവിനെ ദേവി പൂമാരുതൻ എന്ന് പേര് ചൊല്ലി വിളിച്ചു. പൂമാരുതനോടൊപ്പം ലോകസഞ്ചാരത്തിനിറങ്ങിയ പൂമാല ദേവലോകത്തു നിന്നും ആര്യനാട്ടിലെത്തിയെന്നും ആര്യരാജപുത്രിയുടെ ദേഹത്ത് സന്നിവേശിച്ച് മലനാട് കാണാൻ ഏഴിമലയിലെത്തിയെന്നുമാണ് ഐതിഹ്യം. എൻ്റെ നെടുതങ്ങാതി എന്ന് 700 കടന്നുവരുന്ന കാലത്ത് അന്ന് പൂക്കളെ കൊണ്ട് കപ്പൽ നിൽക്കുന്ന കാലം ഞാൻ അമ്പരമാർക്കെ നോക്കി ഒരു വിളിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ നെടുതങ്ങാതി, എൻ്റെ നെടുതങ്ങാതി, എൻ്റെ നെടുതങ്ങാതി. അന്ന് ആകാശം പൊട്ടിപ്പിളർന്ന് ചുരുക്ക കൊണ്ട് കപ്പലിൻ്റെ കണ്ണത്തെ നീക്കി. 107 ആഴികൾ കടന്നെത്തിയ യാത്രയിൽ പൂമാരുതൻ വഴിനീള ദുഷ്ടശക്തികളെ നിഗ്രഹിച്ചുവെന്നും ഭക്തരെ രക്ഷിച്ചുവെന്നുമാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ തട്ടും വെള്ളാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന തെയ്യം ആർത്ത് വിളിച്ചെത്തുന്ന ബാല്യക്കാരെ പരിച കൊണ്ട് തട്ടിമാറ്റുകയും ഉഗ്ര നടനമാടുകയും ചെയ്യും. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ സദ്യ കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ സ്കൂൾ, കോളേജ് കലോത്സവങ്ങൾ മുതൽ അടുത്ത സമയത്ത് തുടങ്ങിയ റെസ്റ്റോറൻറ്റ് ശൃംഖലകളിൽ നിന്ന് വരെ മലയാളികൾ ഇങ്ങനെ ഭക്ഷണ പെരുമ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം തെയ്യം കെട്ടിനാണ് സദ്യ ഒരുക്കുന്നത്. പെരുങ്കളിയാട്ടത്തിലെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് സദ്യ ഒരുക്കുന്ന തിരക്കിലാണ് പഴയിടം മോഹനൻ നമ്പൂതിരി. ഇതാദ്യമായാണ് പഴയിടം ഒരു തെയ്യം കെട്ട് മഹോത്സവത്തിന് സദ്യ തയ്യാറാക്കുന്നത്. നീലേശ്വരം, പള്ളിക്കര, കേണമംഗലം കഴകം പെരുങ്കളിയാട്ടത്തിനാണ് പഴയിടത്തിൻ്റെ രുചിപ്പെരുമ. പെരുങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തർക്ക് ഭക്ഷണമൊരുക്കുന്ന തിരക്കിലാണ് പഴയിടം മോഹനൻ നമ്പൂതിരി. 2 നേരമാണ് അന്നദാനം. സ്കൂൾ കലോത്സവത്തിൽ നീണ്ട 17 വർഷം തുടർച്ചയായി ഊട്ടുപുരകളിൽ രുചിക്കൂട്ടുകളുമായി എത്തിയിട്ടുള്ള പഴയിടം മോഹനൻ നമ്പൂതിരി ഇതാദ്യമായാണ് ഒരു പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സദ്യ ഒരുക്കുന്നത്. ദിവസവും 5 തരം വിഭവങ്ങളുമായാണ് കേണമംഗലം കഴകത്തിൽ പഴയിടം അന്നപ്രസാദം തയ്യാറാക്കുന്നത്. യുവജനോത്സവത്തിലും പെരുങ്കളിയാട്ടത്തിനും സദ്യ ഒരുക്കുന്നതിന്റെ രീതി വ്യത്യസ്തമെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി പറയുന്നു. അകത്തും പുറത്തും ഒരുപാട് ചൂടാണ്, പക്ഷേ ഞങ്ങൾക്ക് വളരെ കുളിരാണ്. കാരണം അതൊരു ഭക്തിയുടെ അനുഭവം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവാം ഞങ്ങൾക്ക് വളരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ പാചകം അതാത് സമയത്ത് ചെയ്തു തീർക്കാനും കഴിയുന്നുണ്ട്. അന്നദാനം തയ്യാറാക്കുന്നതിനായി കലവറ ബാല്യക്കാർ സഹായവുമായി ഒപ്പമുണ്ട്.
പെരുങ്കളിയാട്ടം സമാപന ദിവസത്തിൽ 9 തരം വിഭവങ്ങളോടെ അന്നപ്രസാദം തയ്യാറാക്കും. പായസത്തോടു കൂടിയാണ് സദ്യ. പഴയിടം രുചിയിടം എന്ന പേരിൽ സംവാദ പരിപാടിയും സംഘടിപ്പിച്ചു. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് പള്ളിക്കര കേണമംഗലം കഴകത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കടുത്ത വേനലിൻ്റെ കാലമാണ്. ഇടുക്കിയിലൊക്കെ വെള്ളച്ചാട്ടങ്ങൾ, സാധാരണ വിനോദസഞ്ചാരികൾക്ക് ഇടുക്കിയിലേക്ക് പോകുന്ന ഈ വെള്ളച്ചാട്ടങ്ങൾ കാണാനാണ്. പക്ഷേ ഇടുക്കിയുടെ പ്രധാന കാഴ്ചകളൊന്നായ വെള്ളച്ചാട്ടങ്ങൾ ഇപ്പോൾ അതിദയനീയമായ അവസ്ഥയിലാണ്. വേനൽ കടുത്തതോടെ ഹൈറേഞ്ചിലെ ജലപാതകളെല്ലാം തന്നെ വറ്റി വരണ്ടു. ഇതോടെ ഇവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറുകിട കച്ചവടക്കാരും വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ജലസമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത ഏറെയാണ്. എന്നാൽ കടുത്ത വേനൽ ഹൈറേഞ്ചിലെ വിനോദസഞ്ചാര മേഖലയെയും ബാധിക്കുകയാണ്. ജലസമൃദ്ധമായിരുന്ന ചീയപ്പാറയും വാളറയും ആറ്റുകാടും ഒക്കെ വരണ്ടു. ഇതോടെ സഞ്ചാരികളുടെ വരവും നിലച്ചു. മഴക്കാലമാകുമ്പോൾ ധാരാളം വെള്ളം വരുന്ന ഇഷ്ടംപോലെ കാണികൾ കുളിക്കാനും ഇതിനെക്കാട്ട് വരും, ഇതൊക്കെ ചെയ്യും. നമ്മുടെ ടൗണിൻ്റെ ഏത് പ്രദേശം നോക്കിയാലും കാണാവുന്ന നല്ല മനോഹര വെള്ളച്ചാട്ടം ഇത്. ടൂറിസത്തിന് ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വെള്ളച്ചാട്ടങ്ങളോട് അനുബന്ധമായി നടത്തിവന്ന കച്ചവടങ്ങളും പ്രതിസന്ധിയിലായി. സഞ്ചാരികൾ എത്താതായതോടെ ഇവരുടെ ജീവിതവും ബുദ്ധിമുട്ടിലായി. വേനൽ മഴ മാത്രമാണ് ഇനി ആശ്രയം. ന്യൂസ് 18 ഇടുക്കി. വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. മണ്ണെണ്ണയായിരുന്നു ഒരു കാലത്ത് നമുക്ക് ചുറ്റും പ്രകാശം പരത്തിയിരുന്നത്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിനപ്പുറം വലിയ ഒരു ലോകമുണ്ടായിരുന്ന ഇതിൻ്റെ അവശേഷിപ്പുകൾ ശേഖരിക്കുകയാണ് അങ്കമാലി കറുകുറ്റി സ്വദേശി സുനിൽകുമാർ എന്ന മുൻ സൈനികൻ. വിദേശ നിർമ്മിതമായ ഫാൻ, ഗ്രാമഫോൺ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിക്കാവുന്ന നിരവധി ഉപകരണങ്ങളുടെ ശേഖരം സുനിൽകുമാറിനുണ്ട്. മണ്ണെണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന പഴയകാല ഉപകരണങ്ങൾ കണ്ടെത്തി അവ സൂക്ഷിച്ചു വരികയാണ് കറുകുറ്റി സ്വദേശി സുനിൽകുമാർ. സുനിൽകുമാറിന്റെ ശേഖരത്തിലുള്ള കൗതുക വസ്തുക്കൾ ഏറെയും വിദേശ നിർമ്മിതങ്ങളാണ്. ക്യൂരിയോസ് കളക്ടർ എന്ന നിലയിൽ മോഹവില നൽകിയാണ് ഇവ ഓരോന്നും ശേഖരിച്ചിരിക്കുന്നത്. മാസങ്ങളോളം അന്വേഷണം നടന്നാണ് ഇപ്പോൾ ശേഖരത്തിലുള്ള കൗതുക വസ്തുക്കൾ സ്വന്തമാക്കിയത്. ഞാൻ ശരിക്ക് ലാമ്പ് കളക്ടറായിരുന്നു. പക്ഷെ ലാമ്പ് കളക്ടറിൽ എന്നേലും മുമ്പൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ആവില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ മണ്ണെണ്ണയിലേക്ക് തിരിയണത്. മണ്ണെണ്ണയുടെ ഒട്ടുമിക്ക ഒരു 75% എൻ്റെ അടുത്തുണ്ട്. ഇനിയും കുറേ കൂടി കിട്ടാനുണ്ട്. കുറേയൊക്കെ തപ്പി നടക്കണം. ഇത് വർഷങ്ങൾ പിന്നാലെ നടന്നാലാണ് ഒരെണ്ണം കിട്ടുക. പിന്നെ മോഹവില, എല്ലാം മോഹവില കൊടുത്ത് വാങ്ങിക്കണതാണ്. ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ നിരവധി ഉപകരണങ്ങളാണ് സുനിൽകുമാറിന്റെ ശേഖരത്തിലുള്ളത്. മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന റേഡിയോയും ടേപ്പ് റെക്കോർഡറും പ്രധാന ആകർഷണമാണ്. മണ്ണെണ്ണ കൊണ്ട് തന്നെയാണ് ഈ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനവും. ഇതിനു പുറമെ അവൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കുക്കിംഗ് റേഞ്ച്, ലൈറ്റുകൾ, മോട്ടോർ ഘടിപ്പിച്ച സൈക്കിൾ ഇവയെല്ലാം സുനിൽകുമാറിന്റെ ശേഖരത്തിലുണ്ട്. ഈ പെട്രോളിലോടുന്ന ബങ്കിയും സുനിലിന്റെ നിർമ്മിതിയാണ്. ന്യൂസ് 18 കൊച്ചി. സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ പഴയ ദിനപത്രങ്ങൾ ശേഖരിക്കുകയാണ് പാലക്കാട് വാണിയംകുളത്തെ ഒരു കൂട്ടം ആളുകൾ. വീടുകൾ കയറി ഇറങ്ങി ശേഖരിക്കുന്ന പത്രക്കെട്ടുകൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് കിടപ്പ് രോഗികൾക്കായി സൗജന്യ ഫിസിയോതെറാപ്പി ചികിത്സാ കേന്ദ്രം ഒരുക്കുകയാണ് ലക്ഷ്യം. കത്തുന്ന വെയിലിലും വീടുകൾ കയറിയിറങ്ങി പഴയ പത്രങ്ങൾ ശേഖരിക്കുകയാണ് വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവർത്തകർ. കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമാകാനാണ് ഈ ശ്രമം. പഞ്ചായത്തിൽ ഒരു സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററാണ് ഇവരുടെ ലക്ഷ്യം. അതിനായുള്ള ധനസമാഹരണത്തിനായാണ് വീടുകൾ കയറിയിറങ്ങി ദിനപത്രങ്ങൾ ശേഖരിക്കുന്നത്. പണം കണ്ടെത്താൻ നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇത്. 100-ലധികം കിടപ്പ് രോഗികളുള്ള ഈ പാലിയേറ്റീവ് സംഘത്തിന് കീഴിൽ ഫിസിയോതെറാപ്പി ചികിത്സ ആവശ്യമുള്ള രോഗികളും ഉണ്ട്. ഭാരിച്ച ചെലവ് വരുന്ന ഈ ചികിത്സ പഞ്ചായത്തിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും സൗജന്യമായി നൽകാനാണ് തെറാപ്പി കേന്ദ്രം ഒരുക്കുന്നത്. വാണിയംകുളം പാലിയേറ്റീവ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ പ്രവർത്തകർ വീടാന്തരം കയറിയിറങ്ങി വായിച്ചു തീർന്ന ന്യൂസ് പേപ്പർ കളക്ട് ചെയ്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭം ഞങ്ങളുടെ പാലിയേറ്റീവ് പ്രവർത്തനത്തിനും അതുപോലെ അടുത്ത പ്രവർത്തനമായ ഫിസിയോതെറാപ്പി പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു ചാലഞ്ചാണ്. യന്ത്ര സംവിധാനങ്ങൾക്ക് മാത്രം 5 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നുണ്ട്. പൂർണ്ണമായും ശേഖരിക്കുന്ന പഴയ ന്യൂസ് പേപ്പറുകൾ വിറ്റ് കിട്ടുന്ന പണം
ഇതിനായി ഉപയോഗിക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. ഒരു കളക്ഷൻ സെന്ററും വാണിയംകുളത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരമൊരു ആശയവുമായി നാട്ടിലിറങ്ങിയ പാലിയേറ്റീവ് പ്രവർത്തകർക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തതയ്ക്കായി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഗ്രാമവിള പദ്ധതി മാതൃകയാവുകയാണ്. കൃഷി ഗ്രൂപ്പുകൾക്ക് സൗജന്യമായി വിത്തുകൾ നൽകുകയും വിളവെടുത്ത കൃഷി ഉൽപ്പന്നങ്ങൾ പണം നൽകി പഞ്ചായത്ത് തന്നെ വാങ്ങിയാണ് ഗ്രാമവിള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും സഹായത്തോടെ കൃഷിഭവനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 19 വാർഡുകളിലായി കുടുംബശ്രീ തൊഴിലുറപ്പ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് വാർഡുകളിൽ ഇടവിള കൃഷി ഇറക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷിഭൂമി തയ്യാറാക്കുകയും പഞ്ചായത്ത് വിത്തും വളവും അടക്കം നൽകി ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി എന്നീ ഇടവിളകൾ ഓരോ ഗ്രൂപ്പുകൾ പ്രത്യേകമായാണ് കൃഷി ചെയ്തത്. 10 ഹെക്ടറിൽ 118 കൃഷിക്കൂട്ടങ്ങളിലൂടെ 24,700 തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ചു. വിളവെടുത്ത മുഴുവൻ നടീൽ വസ്തുക്കളും കാർഷിക ഗ്രൂപ്പുകളിൽ നിന്നും പഞ്ചായത്ത് പണം നൽകി സംഭരിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇതിനു പുറമെ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി അഗ്രോ വഴി കൂടുതൽ വിത്തുകൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ഇടവിള കിറ്റ് നൽകി പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളും കൃഷിയിലേക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്. ന്യൂസ് 18 ആലപ്പുഴ. കാട്ടുപന്നി ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ കർഷകർ. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ചെയ്ത കൃഷി മുഴുവൻ കാട്ടുപന്നികൾ ഇല്ലാതാക്കിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഇവർ. അരുവിക്കരയിൽ സ്വന്തമായുള്ള 35 സെന്റ് സ്ഥലത്തിന് പുറമെ 45 സെന്റ് കൂടി പാട്ടത്തിനെടുത്താണ് മോഹനനും ഭാര്യ മിനിയും കൃഷി ഇറക്കിയത്. ചീര, വാഴ, മരച്ചീനി, പച്ചക്കറികൾ തുടങ്ങിയവയാണ് ഇവർ നട്ടു വളർത്തിയത്. ആദ്യം മരച്ചീനി, ചീര എന്നിവ പന്നിക്കൂട്ടമിറങ്ങി നശിപ്പിച്ചെങ്കിലും വാഴകൃഷിയിൽ വിളവെടുക്കാൻ സാധിച്ചു. തുടർന്ന് വാഴയും മരച്ചീനിയും മാത്രമായി നട്ടുപിടിപ്പിച്ചു. 4 മാസമായപ്പോൾ 300ഓളം വാഴയും 250ഓളം മരച്ചീനി കമ്പുകളും കാട്ടുപന്നി ഇറങ്ങി പൂർണ്ണമായി നശിപ്പിച്ചു. ഇതോടെ വലിയ നഷ്ടമുണ്ടായി. എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഒന്നും കിട്ടാൻ നിവൃത്തിയില്ലാതായി. 2 ഗുളിയെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിക്ക് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് ഒരു മാതിരി തന്നെ ആവുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. നമുക്ക് മനസ്സെല്ലാം ഒരു മാതിരിയായി. ഇനി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ദിവസവും ഇങ്ങനെ പന്നി ശല്യമായി കഴിഞ്ഞാൽ കാട്ടുപന്നിയാണ് ഇവിടെ വരുന്നത്. അന്ന് കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. പക്ഷേ ഇനി ചെയ്യാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം 10-30,000 രൂപ കടക്കാരനാണ് ഞാനിപ്പോൾ. ഉപജീവനമായ കൃഷി നശിച്ചതോടെ വലിയ പ്രയാസത്തിലാണ് ഇവർ. പന്നിശല്യം നിയന്ത്രിക്കാൻ അധികൃതർ ഒരിടപെടലും നടത്തുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും നശിപ്പിച്ചത് കാരണം ഇനി കൃഷി ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇനി കൃഷി ചെയ്യാനായിട്ട് താല്പര്യം കാണില്ല. വന്യജീവികളെ ചെറുക്കാനായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് ഇവർ. ന്യൂസ് 18 അരുവിക്കര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കൊടുംവളവിൽ അപകടം പതിവാകുന്നു. റോഡ് നിർമ്മാണത്തിലെ അപാകതയും ഇവിടെ അപകടങ്ങൾ കൂട്ടാൻ ഇടയാക്കിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അടിമാലി മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപമാണ് അപകടം പതിവാകുന്നത്. ഇവിടെ വലിയ വളവുണ്ട്. ഇത് മാത്രമല്ല, റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. നിർമ്മാണ ജോലികൾ നടക്കുന്ന ദേശീയപാതയുടെ പല ഭാഗത്തും സമാന രീതിയിൽ അപാകതകൾ ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസവും ഇവിടെ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മച്ചിപ്ലാവ് സ്കൂൾ പടിക്ക് സമീപം അവിടെ ഒരു നിന്ന് തിരിയുന്ന രീതിയിൽ ഒരു കൊടും വളവുണ്ട്. ആ വളവ് ഒരു 10-20 മീറ്റർ മുമ്പോട്ട് റോഡ് കട്ട് ചെയ്താൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡുണ്ടാകും. അത് എന്തിനോ വേണ്ടിയെന്നറിയില്ല, വളരെ അശാസ്ത്രീയമായ രീതിയിൽ തന്നെ വീണ്ടും അങ്ങനെ തന്നെ നിർമ്മിച്ച് ബസ്സൊക്കെ തിരിക്കുമ്പോൾ വട്ടം കറങ്ങി തിരിഞ്ഞു വരുന്ന രീതിയിൽ വളരെ ദുർഘടമായ രീതിയിലാണ് ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത്. അപകട വളവിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും പാതയോരത്തെ മൺതിട്ട നീക്കം ചെയ്യാത്തത് അപകടം കൂടാൻ കാരണമായി. ഇക്കാര്യത്തിൽ ദേശീയപാത വിഭാഗത്തിന്റെ അടിയന്തര ഇടപെടലാണ് നാട്ടുകാർ തേടുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഉള്ള റേഷൻ കട അടച്ചുപൂട്ടിയതോടെ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഇടുക്കി വാത്തിക്കുടി നിവാസികൾ. അധികൃതർ ഇടപെട്ട് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചെമ്പകപ്പാറയിലെ റേഷൻ കട പൂട്ടിയത്. ഒരുപാട് പേർ ഈ റേഷൻ കടയെ ആശ്രയിച്ചിരുന്നു.
കട അടച്ചതോടെ ശരിക്കും വലഞ്ഞത് നാട്ടുകാരാണ്. ഇവർക്കിപ്പോൾ റേഷൻ വാങ്ങണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി ചിന്നാറിലെത്തണം. നിർധനരായ ജനങ്ങൾക്ക് ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്നു. അടുത്ത ചിന്നാറ്റിലുള്ള 5.5 കിലോമീറ്റർ ദൂരമുള്ള ചിന്നാറ്റിലെ റേഷൻ കടയ്ക്കാണ് ചാർജ് കൊടുത്തിട്ട് നാം അറിയാൻ കഴിയും. ഇവിടെയുള്ള ആളുകൾക്ക് ചിന്നാറിന് പോകാൻ വാഹന സൗകര്യമില്ല. ഒന്ന്. രണ്ടാമത് അടുത്ത റേഷൻ കടയായ മുരിക്കാശ്ശേരിയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പോകാൻ. വേണ്ടത്ര വാഹനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമാണ്. കട അടച്ചിട്ട് 3 മാസമായി. 150ഓളം കാർഡുകളുണ്ട് ഇവിടെ. ബസ് സർവീസ് ഉൾപ്പെടെ വാഹന സൗകര്യം കുറവുള്ള ചെമ്പകപ്പാറയിൽ റേഷൻ വാങ്ങാൻ പോകാൻ 300 രൂപയോളം ഓട്ടോറിക്ഷയ്ക്ക് നൽകണം. ഈ പ്രയാസം മനസ്സിലാക്കി അധികൃതർ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി രാജകുമാരിയിൽ എസ്റ്റേറ്റിലെ തടയണത്തോടിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതായി പരാതി. സ്വകാര്യ മാനേജ്മെന്റിന്റെ നടപടിയിൽ ദുരിതത്തിലായിരിക്കുകയാണ് ആദിവാസികളും കർഷകരും. സ്വകാര്യ ഏലം എസ്റ്റേറ്റിൽ വർഷങ്ങൾക്ക് മുൻപാണ് തടയണ നിർമ്മിച്ചത്. എസ്റ്റേറ്റിന് താഴെയുള്ള കുടുംബങ്ങൾക്കും കർഷകർക്കും നിയന്ത്രണമില്ലാതെ വെള്ളമെടുക്കാൻ അവസരവും നൽകിയിരുന്നു. എന്നാൽ ഏലത്തോട്ടം മാനേജ്മെന്റ് മാറിയതോടെ സ്ഥിതിയും മാറി. വെള്ളമെടുക്കാൻ നാട്ടുകാർക്ക് നിയന്ത്രണമുണ്ടായി. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി തടയണയിൽ വെള്ളം സംഭരിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കളക്ടറുടെ അടുത്തുനിന്ന് അന്വേഷണത്തിന് വിട്ടായിരുന്ന വില്ലേജ് ഓഫീസറെയാണ്. വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ഞങ്ങളെ 2 പേരെയും 2 ദിവസത്തിനുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് വില്ലേജ് ഓഫീസർ അയാളെ മാത്രം വിളിച്ച് സംസാരിച്ച് അയാൾ വെള്ളം എടുപ്പിക്കുകയായിരുന്നു. ഞാൻ 4 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ അയാൾ പറയുക ചേട്ടനെ കൊണ്ട് അയാൾ വെള്ളം എടുപ്പിക്കുകയല്ലെന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെയൊക്കെയാണ് ഒരു സർക്കാർ ജീവനക്കാർ ഒരു നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ പറയേണ്ടത്. ഇതോടെ രാജകുമാരി പഞ്ചായത്ത് 5-6 വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാതായി. മഞ്ഞക്കുഴി ആദിവാസി നഗറിലുള്ളവരും മഞ്ഞക്കുഴി തോടിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ തോടിന്റെ കരയിലായാണ് പ്രദേശത്തെ മിക്കവാറും കിണറുകളുമുള്ളത്. കാർഷിക ആവശ്യത്തിനും തോട്ടിൽ നിന്നാണ് വെള്ളമെടുത്തിരുന്നത്. എന്നാൽ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തിയതോടെ തോടിന്റെ കരയിലുള്ള കിണറുകളും വറ്റി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തോട്ടിലുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തി ചെക്ക് ഡാം കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ തോട്ടിൽ നിരന്തരമായി വെള്ളം വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ്ട് ഒരു 3-4 ഇഞ്ച് ഓസിലേക്ക് സ്ഥിരം ഉപയോഗിച്ച് അവർ സ്പ്രിംഗ്ലർ വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് താഴേക്കുള്ളവർക്ക് യാതൊരുവിധ വെള്ളത്തിന് ദൗർലഭ്യം അനുഭവപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ കൂടിയ വേനലിൽ മരുന്നടിക്കാൻ പോലും വെള്ളം താഴെയുള്ള കർഷകർക്ക് കൊടുക്കാതെ ഇവർ തടഞ്ഞു വെക്കുന്നത് അനീതി തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് പഞ്ചായത്ത് അധികൃതരായാലും വില്ലേജ് ആയാലും നടപടിയെടുത്ത് താഴെയുള്ള കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള സംവിധാനം ചെയ്യണം. അധികൃതർ ഇടപെട്ട് മഞ്ഞക്കുഴി തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു. ന്യൂസ് 18 ഇടുക്കി. നാട്ടിൻപുറങ്ങളിലെ കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയങ്ങളാണ് അംഗനവാടികൾ. ഇടുക്കി ചെമ്പകപ്പാറയിൽ അംഗനവാടി കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് വർഷം 2 കഴിഞ്ഞു. ഇപ്പോൾ വാടക കെട്ടിടങ്ങൾ മാറി മാറിയാണ് പ്രവർത്തനം. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വൈകുന്നതാണ് കാരണം. വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറയിൽ നിരവധി കുട്ടികൾക്ക് ആശ്രയമായിരുന്ന അംഗനവാടി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം 2 വർഷം മുൻപാണ് പൊളിച്ചത്. കെട്ടിടത്തിന്റെ പൊളിച്ച ഭാഗങ്ങൾ ലേലത്തിൽ വിറ്റു. പുതിയ കെട്ടിടം നിർമ്മിച്ചില്ല. അങ്ങനെ അംഗനവാടി പ്രവർത്തനം വാടക കെട്ടിടത്തിലായി. വാടക കാലാവധി കഴിയുമ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും. ഉണ്ടായിരുന്ന കെട്ടിടം പൊളിക്കുമ്പോൾ പുതിയ കെട്ടിടത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട് എന്നായിരുന്നു വിശദീകരണം. കെട്ടിടത്തിന് 2ാം നിലയിലാണ് ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അങ്ങോട്ട് നട കയറാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വിളിച്ചിട്ട് ഉടനെ കെട്ടിടം പണിയൊന്നും പറഞ്ഞാണ് കെട്ടിടം ലേലം വിളിച്ചത്. ഇപ്പോൾ 2000 രൂപ വാടക നൽകിയാണ് വാടക കെട്ടിടത്തിൽ അംഗനവാടിയുടെ പ്രവർത്തനം. പഴയ കെട്ടിടം പൊളിച്ചു ലേലത്തിൽ വിറ്റത് വളരെ കുറഞ്ഞ വിലക്കാണെന്ന് ആക്ഷേപവുമുണ്ട്. കൊന്നത്തടി, വാത്തിക്കുടി പഞ്ചായത്തുകളിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. തീർത്തും സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ള ഈ കുട്ടികൾക്ക് പഠിക്കാൻ സ്വന്തമായി അംഗനവാടി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തി സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇതുമൂലം പ്രതിസന്ധിയിലായത്. ഇവർക്ക് തലചായ്ക്കാൻ ഒരു വീടെന്ന സ്വപ്നവും ഇതോടെ തുലാസിലായി. ഇക്കാര്യത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ജലവിഭവ വകുപ്പിന് കീഴിലുള്ള ജലസംഭരണികളുടെ ചുറ്റും ബഫർ സോൺ ആക്കാൻ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ആദ്യ 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ലെന്നാണ് ഉത്തരവ്. 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണം.
ഇവിടെ 3 നിലകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കേ അനുമതിയുമുള്ളൂ. ഇടുക്കിയിൽ മലങ്കരയാണ് ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. അറക്കുളം, കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെള്ളിയാമറ്റം പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് താമസിക്കുന്നത്. ഇവരെയെല്ലാം ഈ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക. ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കിയിൽ 13 പഞ്ചായത്തുകളിൽ റെഡ്, ഓറഞ്ച് സോണുകളായി തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മതികെട്ടാൻ ചോലയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോണിന്റെ ഭാഗമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ജലവിഭവത്തിന്റെ കൈവശമുള്ള ഡാമുകളിലെ ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് പ്രകാരം ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള 20 ഡാമുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ ഡാമുകളുടെ മാക്സിമം വാട്ടർ ലെവൽ മുതൽ 20 മീറ്റർ ദൂരം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. 2, 100 മീറ്റർ ദൂരപരിധിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണം. അതും 3 നിലയുള്ള ബിൽഡിംഗ് 10 മീറ്ററുള്ള നിർമ്മാണങ്ങൾ മാത്രമേ അനുവദിക്കൂ. ഇപ്പം നമ്മുടെ ജില്ലയിൽ മലങ്കര ഡാമാണ് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. ഈ മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശമായി അറക്കുളം പഞ്ചായത്ത്, കുടയത്തൂർ പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, ഇടവെട്ടി പഞ്ചായത്ത്, അതുപോലെ വെള്ളിയാമറ്റത്തിന്റെ കുറച്ച് ഭാഗം ഉൾപ്പെടെ 6 പഞ്ചായത്തുകൾ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശം ആയിട്ടുണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ബഫർ സോൺ മേഖലയിൽ താമസിക്കുന്നുണ്ട്. ഇവർക്ക് വീട് പോലും നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഴക്കടലിൽ സമരസംഗമം നടത്തി. ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് KC വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ കടൽ യാത്ര നടത്തി. ആഴക്കടലിലെത്തിയാണ് സമരം നടത്തിയത്. അതിരാവിലെ മുതൽ ഹാർബറിലെത്തിയ നേതാക്കളും പ്രവർത്തകരും ബോട്ടുകളിലും ചെറുവള്ളങ്ങളിലുമായി കടലിലേക്ക്. ആവേശം തീർത്ത മത്സ്യത്തൊഴിലാളികളും ചേർന്നതോടെ പ്രതിഷേധത്തിന്റെ തിരകൾ ആഞ്ഞടിച്ചു. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ നിരവധി നേതാക്കളും കടൽ സമരത്തിൽ അണിചേർന്നു. വള്ളങ്ങൾ ആഴക്കടലിൽ നങ്കൂരമിട്ട് പ്രതിഷേധമുയർത്തി. ഇത് വൻകിട കുത്തക മുതലാളിമാർക്ക്, ഇന്ത്യയിലെ പ്രമാണിമാരായിട്ടുള്ള മുതലാളിമാർക്ക് അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി കടലിനെ വിറ്റ് അവർക്ക് സൗകര്യം ജീവിക്കാനുള്ള ഒത്താശയാണ് ചെയ്യുന്നത്. പക്ഷെ മത്സ്യത്തൊഴിലാളിയെ അവന്റെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ കടൽ വിൽക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ജീവൻ കൊടുത്തും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നിത്തരം ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്. കൊല്ലം ജില്ലയിലെ അഴീക്കൽ ഹാർബർ വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ആഴക്കടൽ സമരം. ബുധനാഴ്ച പാർലമെന്റ് മാർച്ചും തുടർന്ന് വിവിധ തീരങ്ങൾ കേന്ദ്രീകരിച്ച വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കി നെടുങ്കണ്ടത്ത് ആസാം സ്വദേശിനി ബലാത്സംഗത്തിനിരയായി. സംഭവത്തിൽ അസാം സ്വദേശികളായ 4 പേരെ നെടുങ്കണ്ട പോലീസ് അറസ്റ്റ് ചെയ്തു. സദാം, അജിമുദ്ദീൻ, കൈമറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. അസം സ്വദേശികളായ സദാം ഹുസൈൻ, അജിമുദ്ദീൻ, കൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രിയാണ് അസം സ്വദേശിനിയും ഭർത്താവും കുട്ടിയും ജോലി തേടി നെടുങ്കണ്ടത്തെത്തിയത്. തുടർന്ന് സദാം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം ഇയാളുടെ മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. ഭർത്താവിനെയും കുട്ടിയെയും ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം യുവതിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. സദാമാണ് യുവതിയെ പീഡിപ്പിച്ചത്. മറ്റ് പ്രതികളും ലൈംഗിക അതിക്രമം നടത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തെന്ന് യുവതി പോലീസിൽ മൊഴി നൽകി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പോലീസ് അന്വേഷിച്ച് വരവേ ഇവിടെ അടുത്ത് തന്നെ ടൗണിലുണ്ട് എന്ന് പേര് ലഭിച്ചതിനെ തുടർന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആൾക്കാർ നൽകിയ വിവരമനുസരിച്ച് മറ്റ് 4 പ്രതികളെയും ഇന്നേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കേസ് രജിസ്റ്റർ ബലാത്സംഗത്തിന് ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4 പ്രതികളെയും അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാവിലെ നെടുങ്കണ്ടം ടൗണിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യുവതിയെയും ഭർത്താവിനെയും കുട്ടിയെയും കണ്ട നാട്ടുകാർ വിവരം തിരക്കുകയും പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ബലാത്സംഗ വിവരം പുറത്തറിയുന്നത്. ന്യൂസ് 18 ഇടുക്കി. രാവിലെയിൽ ഇനി നമുക്ക് നല്ല വാക്ക് കാണാം.
രാവിലെ തുടരുകയാണ്. നമുക്ക് ഇതുവരെയുള്ള വാർത്തകൾ, അതിൻ്റെ പ്രധാന തലക്കെട്ടുകളിലേക്ക് കൂടി ഒന്ന് പോകാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും കടക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടാൻ ടീം ഇന്ത്യ. ഫൈനലിൽ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. മത്സരം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മണിക്ക്. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. സംസ്ഥാന സമിതിയിൽ 10-ലേറെ പുതുമുഖങ്ങൾ ഇടം പിടിക്കും. യുവാക്കൾക്കും സ്ത്രീകൾക്കും പരിഗണന. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വോളണ്ടിയർ മാർച്ചും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും. സ്വകാര്യ സർവകലാശാലകളെ കണ്ണടച്ച് തള്ളുകയല്ല CPM നയമെന്ന് ബൃന്ദ കാരാട്ട്. പാർട്ടി എതിർക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തെയെന്നും ബൃന്ദ കാരാട്ട്. Privatization of universities, the party has been very strong and we are today too. So I don't think there's any change in the policy about our approach towards the privatization of education. യുക്രൈനിലുള്ള സൈനിക സഹായങ്ങൾ അമേരിക്ക നിർത്തിവെച്ചതോടെ കുർക്സിലെ 3 ഗ്രാമങ്ങൾ തിരിച്ചുപിടിച്ച് റഷ്യ. ആക്രമണങ്ങളിൽ 25 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്ക്. MDMA വിഴുങ്ങിയുള്ള മരണത്തിൽ അന്വേഷണം തുടരുന്നു. ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ലഹരി സംഘവുമായി ഷാനിദിന് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കും. ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തിൽ ഗവർണർ വിളിച്ച യോഗം നാളെ. വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. ആശാവർക്കർമാരുടെ സമരം 28ാം ദിവസം. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്നോട്ടില്ലെന്ന് പ്രതിഷേധക്കാർ. സമരത്തെ പിന്തുണച്ച് ബൃന്ദ കാരാട്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ആശമാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും CPM അംഗം. And if you look at the whole country, the fact is that today the Kerala government is paying the highest honorarium throughout India at a time when it is being denied and being punished for helping workers. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കണം. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പുരോഗമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി. ഇന്ന് CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗവും ഇന്നുണ്ടാകും. CPM സംസ്ഥാന സമ്മേളനം ഇന്ന് അവസാനിക്കും. പുതിയ സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുക്കും. മധുര പാർട്ടി കോൺഗ്രസിനുള്ള പ്രതിനിധികളെയും തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. സംസ്ഥാന സമിതിയിൽ 10-ലേറെ പുതുമുഖങ്ങൾ ഉണ്ടാകും. 75 വയസ്സ് പിന്നിട്ടവരെയും പ്രായാധിക്യം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ചിലരെയും ഒഴിവാക്കും. വികസന രേഖയിൽ നടന്ന ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വോളണ്ടിയർ മാർച്ചും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും ഉണ്ടാവും. ഏതായാലും നമുക്കറിയാം, CPM സംസ്ഥാന സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. പ്രധാനമായും വിമർശനങ്ങൾ കേന്ദ്രീകരിച്ചത് പാർട്ടി സെക്രട്ടറിക്കെതിരെയായിരുന്നു. മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് സമ്മേളനത്തിൽ ഉടനീളം ഉണ്ടായത്. മൂന്നാമതും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിനെ പിണറായി നയിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഒരു തീരുമാനമുണ്ടായേക്കാം. പാർട്ടിയിൽ 2 അഭിപ്രായമുണ്ട് എങ്കിൽ പോലും. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗമാണ് ഇത് നിർണായകം. കാരണം നിരവധി വിഷയങ്ങൾ കടന്നു വന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ്. പ്രതിനിധികൾ പലരും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. എന്ത് പ്രതീക്ഷിക്കണമെന്ന്? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം തന്നെയാണ്. അത് വികസന രേഖയ്ക്ക് നവകേരളത്തിലേക്കുള്ള പുതുവഴികളെന്ന മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ച വികസന രേഖ ഇന്നലെ വിശദമായ ചർച്ചയാണ്. ഒരു ദിവസം പൂർണ്ണമായും സമയം മാറ്റിവെച്ചുകൊണ്ട് 5 മണിക്കൂർ ആണ് സമയം ഉണ്ടായിരുന്നത്. 5 മണിക്കൂർ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച വികസന രേഖയിൽ നടന്നു. പൊതുവിൽ വികസന രേഖ അംഗങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അതായത് സംസ്ഥാന വികസനത്തിന് ഇത് വേണം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പല ആശങ്കകളുമുണ്ട്. ഈ നയമാറ്റം യൂസർ ഫീയും
അതുപോലെ തന്നെ സെസ്സും അടക്കമുള്ള ഫീസ് വരുന്നത് നയമാറ്റമല്ലേ, അങ്ങനെ അത് പാർട്ടി ലൈനാണോ, ആളുകൾക്ക് സേവനം നൽകി അതിൽ വലിയ ഫീസ് ഈടാക്കുന്നത് ശരിയാണോ എന്ന സംശയം പ്രകടിപ്പിച്ച പ്രതിനിധികളുണ്ട്. അതിനൊക്കെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും ഇന്ന് മറുപടി പറയും. അത് ഒരു തരത്തിൽ നയവ്യതിയാനവുമല്ല എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം നിലവിൽ വാർത്താസമ്മേളനങ്ങളിലും മറ്റും സ്വീകരിക്കുന്നത്. അർഹരായവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ അത് ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നൽകും. അതിനപ്പുറത്തേക്ക് വികസനത്തിന് അധിക വിഭവ സമാഹരണം സംസ്ഥാനത്ത് കണ്ടെത്തിയേ മതിയാകൂ. കിഫ്ബി പോലുള്ള പദ്ധതികൾ അതാണ് സംസ്ഥാനത്ത് തെളിയിച്ചത്. മാത്രമല്ല കേന്ദ്രം വലിയ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ മറ്റു വഴികൾ സംസ്ഥാനത്തിന് മുന്നിലില്ല. അതുകൊണ്ട് വിഭവ സമാഹരണ വഴികൾ തുറക്കും. അത് എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ ചരടുകളും ഉണ്ടാകും. ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവരുടെ ഭൂമിയടക്കം PPP മോഡലിൽ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാം, സ്വകാര്യ സ്ഥാപനം കൈമാറാം എന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അതിലും വളരെ കൃത്യമായ ചരടുകൾ ഉണ്ടാകും. ആർക്കും നൽകുക എന്നുള്ളത് ആയിരിക്കില്ല. കൃത്യമായി സംസ്ഥാന താൽപര്യങ്ങൾ ബലികഴിക്കാത്ത തരത്തിലുള്ള നിക്ഷേപം മാത്രമേ അതിലുണ്ടാകൂ എന്ന ഉറപ്പാണ് നേതൃത്വം നൽകുന്നത്. ഏതായാലും പ്രതിനിധികൾക്ക് ഈ വികസന രേഖയെ പൊതുവിൽ സ്വാഗതം ചെയ്യുമ്പോഴും ഇത്തരം സംശയങ്ങളുണ്ട്. പാർട്ടി ലൈൻ മാറിപ്പോകരുത്, സാധാരണക്കാരെയും പരമ്പരാഗത മേഖലയും പാർട്ടിയുടെ അടിസ്ഥാന വിഭാഗങ്ങളെയും മറക്കരുത് എന്ന നിർദ്ദേശം ഈ ചർച്ചയിലുടനീളം പ്രതികൾ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി നൽകും. CPMന്റെ സർക്കാരിന്റെ ക്യാപ്റ്റൻ ആര് എന്ന ചോദ്യം തുടർന്നും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നണിയെ നയിക്കുക എന്ന വലിയ വിലയിരുത്തലുകളുണ്ട്. പക്ഷേ അതിൽ പാർട്ടി ഒറ്റക്കെട്ടായി നയിക്കണം, പാർട്ടി തന്നെയാണ് ക്യാപ്റ്റൻ എന്ന ഒരു വിലയിരുത്തൽ ചില നേതാക്കൾ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി മുഖ്യമന്ത്രി പറയുമോ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രദ്ധേയമാകും. അതായത് വികസനരേഖയാണ് മറുപടി പറയേണ്ടതെങ്കിലും പൊതുവെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി അദ്ദേഹം ചർച്ച ചെയ്ത് പോകാം. വികസനരേഖ അവതരിപ്പിക്കുമ്പോൾ പോലും കോൺഗ്രസിനെതിരായ വലിയ വിമർശനങ്ങളൊക്കെ മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം മുഖ്യമന്ത്രി മറുപടിക്ക് ശേഷം ഒരുപക്ഷെ ചില ഭേദഗതികൾ, അതായത് ഈ പ്രതിനിധികൾ ഉന്നയിച്ച ഭേദഗതികൾ കൂടി പരിഗണിച്ചുകൊണ്ട് വികസന രേഖ സംസ്ഥാന സമ്മേളനം അംഗീകരിക്കും. പിന്നീട് അത് ഇടതുമുന്നണിയുടെ മുന്നിലേക്കാകും പോകുന്നത്. ഇടതുമുന്നണിയും ചർച്ച ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ ഭേദഗതികൾ പരിഗണിച്ച് അത് നടപ്പാക്കാൻ CPM തയ്യാറാകും. ഇന്നലെ വാർത്താ സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആത്മവിശ്വാസം ഇത് ആര് നടപ്പാക്കും, കാരണം ഈ സർക്കാരിന്റെ കാലാവധി ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത്, വികസന രേഖയിലെ നിർദ്ദേശങ്ങൾ ആര് നടപ്പാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ സർക്കാർ നടപ്പാക്കും, ബാക്കി വരുന്ന നിർദ്ദേശങ്ങൾ അടുത്ത സർക്കാർ നടപ്പാക്കും. അതായത് തുടർഭരണം ഉറപ്പെന്ന് ഓരോ ദിവസവുമുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് CPMന്. അതുകൊണ്ട് തന്നെ വികസന രേഖ നിർദ്ദേശം നടപ്പാക്കാൻ അടുത്ത സർക്കാർ കൂടി ഉണ്ടാകും എന്നാണ് CPM പറയുന്നത്. വികസന രേഖയാണ് ഇന്നത്തെ ഒരു നടപടിക്രമം. അതിന് അപ്പുറത്തേക്കുള്ള തുടർന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമത്തിലേക്ക് CPM കടക്കുക. അത് പുതിയ കമ്മിറ്റിയുടെയും പുതിയ സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ, വലിയ അട്ടിമറികൾ വഴിയൊരുങ്ങിയില്ലെങ്കിൽ MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഈ സംസ്ഥാന സമിതി അംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് 10ഓളം പുതുമുഖങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി പാർട്ടിക്ക് ഒരു രണ്ടാം നേതൃത്വം അത് വളരെ വ്യക്തമായി തന്നെ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം ടേം എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ളൊരു പാർട്ടി കൂടിയാണ്. 75 വയസ്സ് എന്ന പ്രായപരിധിയുണ്ട്. CPM നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം രണ്ടാം നിരയിലുള്ള നേതാക്കളുടെ ഒരു ക്വാളിറ്റി സംബന്ധിച്ചാണ്. അതിന് കൃത്യമായ ഉത്തരം വേണം. സ്വാഭാവികമായും അത്തരക്കാരെ സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവരണം. വനിതകൾക്കും ചെറുപ്പക്കാർക്കും പ്രാതിനിധ്യം നൽകണം. അത്തരം തീരുമാനങ്ങൾ കുറച്ചുകൂടി വിപ്ലവകരമായ രീതിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഒരു തലമുറ മാറ്റത്തിന് CPM തുടക്കമിട്ടത് കഴിഞ്ഞ എറണാകുളം സമ്മേളനമാണ്. അവിടെ അപ്രതീക്ഷിതമായി നിരവധി പുതുമുഖങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക്, ഇപ്പോഴുള്ള എം സ്വരാജും മുഹമ്മദ് റിയാസും അടക്കമുള്ള ഒരു വലിയ യുവനിര സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിലേക്കും വന്നു. സംസ്ഥാന സമിതിയിൽ യുവപ്രാതിനിധ്യം തന്നെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. അതിന്റെ അടുത്ത ഘട്ടം, അടുത്ത എക്സ്റ്റൻഷനിലേക്ക് CPM പോകുമ്പോൾ തന്നെയാണ് കൊല്ലത്ത് പ്രതീക്ഷിക്കുന്നത്. അവിടെ സ്ത്രീകൾക്ക്, വനിതകൾക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന ഒരു തീരുമാനം, നിർദ്ദേശം CPMന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വലിയ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും, യുവ പ്രാതിനിധ്യം ഉണ്ടാകും. സെക്രട്ടേറിയറ്റിൽ മാറ്റങ്ങൾ വരും. AK ബാലനും PK ശ്രീമതിയും ആനാവൂർ നാഗപ്പനും പോലുള്ള ആളുകൾ മാറും. സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തെരഞ്ഞെടുത്തേക്കും. സംസ്ഥാന സമിതിയിലേക്ക് നിരവധി പുതുമുഖങ്ങളെയാണ് CPM പരിഗണിക്കുന്നത്. അതിൽ 5 പുതിയ ജില്ലാ സെക്രട്ടറിമാരുണ്ട്. ഇപ്പോൾ ഈ പ്രഭാത നടത്തം പ്രകാശ് കാരാട്ടും അതുപോലെ മന്ത്രി P രാജീവും ഉൾപ്പെടെയുള്ളവർ പ്രഭാത നടത്തത്തിലാണ്. ഏതായാലും ഈ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംസ്ഥാന
സമിതിയിലും ഉണ്ടാകുമെന്ന സൂചനകളുണ്ട്. സെക്രട്ടേറിയറ്റിൽ മാറ്റങ്ങൾ വരും. സെക്രട്ടേറിയറ്റിൽ കൂടുതൽ പുതുമുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പി കെ ശ്രീമതിക്ക് പകരം ആരാകും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പോകുന്ന വനിതാ നേതാവ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് CPM ഒരുങ്ങുകയാണ്. അത് സംഘടനാ രംഗത്തും അതുപോലെ തന്നെ വ്യവസായ രംഗത്തുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം കുറച്ച് വേഗം കുറച്ചെന്ന് പോകുന്നുണ്ട് തോന്നുന്നല്ലേ. എന്താണ് ഈ വികസന രേഖ അംഗീകരിക്കാൻ പോവുകയാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ വരുന്നത്. അത് കഴിഞ്ഞ പാർട്ടി സമ്മേളനം അംഗീകരിച്ച നവകേരള രേഖ, അതിന്റെ പ്രയോഗാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ വേണം, ഇതാണ് ഈ നവകേരളത്തിന്റെ പുതുവഴികൾ ചർച്ച ചെയ്യുന്നത്. അത് രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ സമീപനമായി വികസിക്കേണ്ടതുണ്ട്. LDFുമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. പൊതുസമൂഹത്തിലേക്കും അത് എത്തിക്കും. നാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ദിശ പകരുന്നതാണ് ഈ രേഖയുടെ ഉള്ളടക്കം എന്നുള്ളത്. ഈ പാർട്ടി ലൈനിൽ നിന്ന് മാറിപ്പോകുമ്പോൾ തരത്തിലുള്ള ചില ചർച്ചകളും ആശങ്കകളും ഒക്കെ പൊതുവിൽ സ്വീകരിക്കപ്പെടുമ്പോഴും പ്രതിനിധി സമ്മേളനത്തിൽ അങ്ങനെയുള്ള ആശങ്കകൾ കൂടി പ്രതികൾ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നത് പലതും അവിടെ ഉച്ചരിക്കുന്നേ ഇല്ല. അതാണ് മാധ്യമ റിപ്പോർട്ടിങ്ങിന്റെ ഒരു പരിമിതി. ചിലരും ഭാവനയിൽ നിന്ന് ഓരോന്നെടുത്ത് പറയുന്നതല്ലാതെ ഇത് പാർട്ടി ലൈൻ എന്നുള്ളത് പാർട്ടി ചർച്ച ചെയ്ത് അംഗീകരിക്കുമ്പോഴാണ് പാർട്ടി ലൈൻ എന്നുള്ളത്. ഇത് അംഗീകരിക്കുമ്പോൾ ഇതായിരിക്കും പാർട്ടി ലൈൻ. അല്ലാതെ പാർട്ടി ലൈൻ ഒന്ന് വേറെ നിൽക്കുന്നു, ഇപ്പൊ പ്രവർത്തിക്കുന്ന വേറെ രീതിയിൽ നിന്ന്. പാർട്ടി ലൈൻ പാർട്ടി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്ത് അതാത് കാലത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി അംഗീകരിക്കുമ്പോഴാണ് പാർട്ടി നയം. ഇപ്പോഴത്തെ കാലത്തിന്റെ സവിശേഷത കൂടി വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ഒരു വികസനത്തിന്റേതായ കാഴ്ചപ്പാട് അംഗീകരിക്കും. 1957 EMS ആദ്യമായി മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് PPP തുടങ്ങിയ പദങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പരിചിതമല്ലാതിരുന്ന കാലമായിരുന്നു. ആ കാലത്താണ് സ്വകാര്യ വ്യവസായങ്ങളിൽ തന്നെ സർക്കാർ മുതൽ മുടക്കണം, എങ്കിൽ മാത്രമാണ് സ്വകാര്യ സംരംഭകർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്ന കാഴ്ചപ്പാട് EMS തന്നെ സ്വീകരിക്കുമ്പോൾ. അപ്പോൾ അത് പുതിയ ഒന്നല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇന്ത്യ ബോർഡ് രാജ്യത്ത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സംഘടനാ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സൂചനകളുണ്ട്. പുതിയ ആളുകൾ ഒരുപാട് സംസ്ഥാന സമിതിയിലേക്ക് കടന്നു വരും. യുവാ പ്രാതിനിധ്യം കൂടും, വനിതാ പ്രാതിനിധ്യം കൂടും. അങ്ങനെ ഒരു ഫേസ് ഷിഫ്റ്റ് കൂടി അതിലേക്ക് പോവുകയാണ് CPM. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തുടർച്ചയാണ്. ആ തുടർച്ച പുതിയ കാലത്ത് പുതുക്കിക്കൊണ്ടേയിരിക്കും. എന്നാലിപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലവിൽ കേന്ദ്ര നയത്തിൽ നിന്ന് വ്യത്യസ്തം അവര് ലാഭത്തിലുള്ളതെല്ലാം തന്നെ അടച്ചുപൂട്ടിക്കൂടിയും സ്വകാര്യവൽക്കരിക്കുകയാണ്. നമ്മൾ നിലവിലുള്ളതിനെ ശക്തിപ്പെടുത്തുന്നു. എല്ലാ ബോർഡുകളും നവീകരിച്ചു, പുതിയ മാസ്റ്റർ പ്ലാനുകൾ അംഗീകരിച്ചു, നഷ്ടത്തിലുള്ളതിന്റെ എണ്ണം കുറച്ചു, മൊത്തം ലാഭത്തിന്റെ ഇനിയുള്ള ഉപയോഗപ്പെടുത്താം. അതിപ്പോ ചില ജോയിന്റ് വെഞ്ചറുകൾ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ പങ്കാളിത്തം വേണ്ടിവരും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പഠിച്ച് പൊതുമേഖലയെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക. ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടുള്ളത്. ഈ സംഘടനയിലേക്കും കൂടുതൽ പുതുമുഖങ്ങൾ വരുമെന്ന പ്രതീക്ഷയൊക്കെ പൊതുവിൽ കേൾക്കുന്നില്ല. അത് ഉണ്ടാവുന്ന എല്ലാ സമ്മേളനങ്ങളും പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമല്ലോ. ആ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമ്പോൾ പുതിയ ആളുകൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി വരും. അതുതന്നെയാണ് വ്യാവസായിക രംഗത്തുള്ള കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിക്കുന്നത്. അത് കൃത്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ലൈനിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാകില്ല. പാർട്ടി ഓരോ കാലഘട്ടത്തിലും അതത് സാഹചര്യം വിലയിരുത്തിയാണ് പാർട്ടി ലൈൻ തീരുമാനിക്കുന്നത്. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അത് പാർട്ടി ലൈനായി മാറും. അതായത് ഒരു മാറ്റം ഉണ്ടാകും വ്യാവസായിക രംഗത്ത് അല്ലെങ്കിൽ നിക്ഷേപ രംഗത്തൊക്കെ CPMന് കൃത്യമായ ഒരു നയമാറ്റം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അത് സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഏതായാലും സംഘടനാ രംഗത്തും വലിയ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ പുതിയ സംസ്ഥാന സമിതിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുപ്പിലേക്ക് ഇന്ന് പോകുമോ എന്ന് വ്യക്തമല്ല. മുതിർന്ന നേതാക്കൾക്ക് വഴിമാറേണ്ടി വരും. സംഘടനാ പ്രശ്നങ്ങളുടെ പേരിൽ, അനാരോഗ്യത്തിന്റെ പേരിലൊക്കെ ചില ആളുകളെ, പ്രവർത്തന മികവ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ ചില ആളുകളെ മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. രഞ്ജിത്ത്, ഈ അരുൺ പറയുന്ന പോലെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MV ഗോവിന്ദനെതിരെ ചില അംഗങ്ങൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വിമർശനം പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അക്കാര്യത്തിൽ MV ഗോവിന്ദനെ കുറ്റപ്പെടുത്തി നിരവധി അംഗങ്ങളുണ്ടായിരുന്നു, പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്ത് നിന്നും മറ്റും. മറ്റൊന്ന്, അടിസ്ഥാന വർഗ്ഗങ്ങളിൽ നിന്ന് പാർട്ടി മാറിപ്പോകുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. വമ്പൻ വികസനങ്ങൾ മാത്രം പോരാ, തൊഴിലാളികളെ, സാധാരണക്കാരെ കൂടി പരിഗണിക്കണം. അങ്ങനെ വിമർശനങ്ങൾ കൂടി ഒരുപാട് ഉയർന്ന ഒരു സമ്മേളനമാണ്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടത്, ഈ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ പല ജില്ലകളിലും വിമർശനം ഉയർന്നുവെങ്കിൽ പോലും ഇവിടെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടാണ് അംഗങ്ങൾ സംസാരിച്ചത്. വിമർശനം കേന്ദ്രീകരിച്ചത് പൂർണ്ണമായും പാർട്ടി സെക്രട്ടറിക്കെതിരെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ പിണറായി വീണ്ടും ചാമ്പ്യൻ ആകുന്നു പാർട്ടിക്കുള്ളിൽ എന്ന് തന്നെ കരുതണ്ടേ?
തീർച്ചയായും അതിലൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിക്ക് കാര്യമായ വിമർശനങ്ങൾ, കാര്യമായെന്ന് പറയുമ്പോൾ പേരിന് പോലും വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ അത് ഓരോ ഘട്ടമായി ബ്രാഞ്ച്, ലോക്കൽ, പിന്നീട് ഏരിയ തലത്തിലേക്ക് ഒരു വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഭരണത്തിനെതിരെ, അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെയൊക്കെ ഉണ്ടെന്ന്. പക്ഷേ സംസ്ഥാന സമ്മേളനമാകുമ്പോൾ പൂർണ്ണമായും മുഖ്യമന്ത്രി കൂടുതൽ സ്വീകാര്യനായി മാറുന്നു എന്ന് വേണം നമുക്ക് പറയാം. ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതികളാണ്, കുറച്ചുകൂടി ഉയർന്ന സംഘടനാ തലത്തിലുള്ള പ്രതികളാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുവിൽ ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ സംഘടനാ രംഗത്തെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണാധികാരി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിനും വലിയ പിന്തുണയാണ് സംസ്ഥാന സമ്മേളനത്തിൽ ലഭിച്ചത്. അതേസമയം സൂചിപ്പിച്ച പോലെ സംസ്ഥാന സെക്രട്ടറി വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്നതും വസ്തുതയാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം ഈ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകാൻ, ആ രീതിയിൽ ഉണ്ടാകാൻ ഇടയില്ല. എം വി ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറി തുടരാനാണ്. വലിയ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എം വി ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. അദ്ദേഹം നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ അനാരോഗ്യത്തെ തുടർന്ന് സമ്മേളനത്തിലല്ല, ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ 2022 ആണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നീട് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയായും എം വി ഗോവിന്ദൻ തന്നെ മാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഉറച്ച സൂചനകൾ. സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റമുണ്ടാകും. സംസ്ഥാന സമിതിയിൽ കൂടുതൽ പുതുമുഖങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ 5 പേരാണ് സംസ്ഥാന സമിതിയിൽ ഇല്ലാത്തവർ. കഴിഞ്ഞ സമ്മേളനത്തിലെടുത്ത ജില്ലാ സെക്രട്ടറിമാർ, അവർ 5 പേരും ഈ സംസ്ഥാന സമിതിയിലേക്ക് വരും. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും സംസ്ഥാന സമിതിയിൽ എത്താനിടയുള്ള നേതാക്കളാണ്. എസ്എഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ പുതിയ കമ്മിറ്റിയിലേക്ക് വരും. മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവിനും സാധ്യത കൽപ്പിക്കുന്നവർ ഉണ്ട്. അതുപോലെ തന്നെയാണ് ജെയ്ക്കിനെ പോലുള്ള യുവ നേതാക്കൾ, ജെയ്സി തോമസിനെ പോലുള്ള യുവ നേതാക്കളുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. കണ്ണൂരിൽ നിന്ന് എൻ സുകന്യെ പോലെ ദീർഘനാളായി എസ്എഫ്ഐ രംഗത്ത് അതിനുശേഷം പിന്നീട് സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വത്തിലൊക്കെ പ്രവർത്തിക്കുന്ന എൻ സുകന്യ ഈ കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതയുള്ള പ്രധാനപ്പെട്ട പേരാണ്. അതുപോലെ തന്നെയാണ് മറ്റു ജില്ലകളിൽ എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നുമൊക്കെ പുതിയ പേരുകൾ ഉയർന്നു വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് DK മുരളി MLA ആണ് സംസ്ഥാന സമിതിയിൽ വരുമെന്ന് ഉറപ്പിക്കുന്ന ഒരു നേതാവ്. ചില മുതിർന്ന നേതാക്കളെ തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കുമെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അങ്ങനെ പ്രായാധിക്യത്തിൽ ചിലർ ഒഴിവാകുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എസ് ശർമ്മയെ പോലുള്ള നേതാക്കളെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന സൂചനയുണ്ട്. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ തവണ CPM-ന്റെ എറണാകുളം സമ്മേളനത്തിൽ പാർട്ടി ക്ഷണിതാവായി വന്ന ആളാണ്. അദ്ദേഹം പിന്നീട് രാജ്യസഭാ അംഗമൊക്കെ. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസിനെ സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്തും. സ്ഥിരം അദ്ദേഹത്തെ സംസ്ഥാന സമിതി അംഗമായി ഉൾപ്പെടുത്തുമെന്ന സൂചനയുണ്ട്. MV നികേഷ് കുമാർ മാധ്യമപ്രവർത്തകനായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുമതല നൽകി MV നികേഷ് കുമാറിനെ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെ പല പേരുകൾ ഉയർന്നു വരുന്നു. വലിയ ഒരു മാറ്റം സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും. യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ തവണ ചിന്താജെറോം വന്നതുപോലെ ഒരു വനിതാ യുവ നേതാവ് വരും. അത് ഒരുപക്ഷെ അനുശ്രീ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളായിരിക്കാം. SFIയുടെ അഖിലേന്ത്യാ പ്രവർത്തിക്കുന്ന നിതീഷ് നാരായണൻ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് SFIയുടെ നിതീഷ് സംസ്ഥാന സമിതിക്ക് വരാൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്നാണ്. ചില അപ്രതീക്ഷിത പേരുകളും മുഖങ്ങളും ഒക്കെ വന്നേക്കാം. IB സതീഷ് MLA, തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നുള്ള MLA ആണ്. സതീഷിന്റെ പേര് സംസ്ഥാന സമിതിയിലേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരാണ്. അങ്ങനെ പലതരം പേരുകൾ ഉണ്ട്. പല ആളുകൾ വരാൻ തയ്യാറായി നിൽക്കുന്നു. പലർക്കും ഒരുപാട് ആഗ്രഹിക്കുന്ന, സംസ്ഥാന സമിതി വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ 10-നും 15-നും ഇടയ്ക്ക് പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ. VV അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും CPM സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗമാണ് ഏറ്റവും പ്രധാനം. പിണറായി വിജയൻ തന്നെ വീണ്ടും സർക്കാർ പാർട്ടിയെ നയിക്കുമോ എന്ന കാര്യത്തിലും മറ്റും വളരെ കൃത്യമായി തന്നെയുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഉണ്ടായേക്കാം. മറ്റൊന്ന്, ഇന്ന് ഇന്ത്യക്ക് ഏറെ നിർണായക ദിവസമാണ് കായിക രംഗത്ത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനലാണ്. ചാമ്പ്യന്മാരാകാൻ ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. 3ാം ചാമ്പ്യൻസ് ട്രോഫി ജയമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഉച്ചയ്ക്ക് 2:30 ദുബായിലാണ് മത്സരം. സ്പിന്നർമാരെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്ന പിച്ചിൽ ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് തെരഞ്ഞെടുത്തേക്കും. ലോകവേദിയിൽ വീണ്ടും ഒരു കിരീട നേട്ടം സ്വപ്നം കാണുകയാണ് രോഹിത് ശർമ്മ. 2020 ലോകകപ്പ് നേട്ടത്തിനൊപ്പം മറ്റൊരു ICC കിരീടം കൂടി സ്വന്തമാക്കാൻ രോഹിത്തിന് ഇത് സുവർണാവസരമാണ്. തോൽവിയറിയാതെ മുന്നേറിയ ഇന്ത്യ തന്നെ ഫൈനലിലെ ഫേവറേറ്റുകൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ മികച്ച പോരാട്ടം കാഴ്ചവെച്ച ശേഷമാണ് ന്യൂസിലാൻഡ് കീഴടങ്ങിയത്. മാറ്റ് ഹെൻറിയുടെ പരുക്കാണ് കിവീസിന് ആശങ്ക. സ്പിന്നർമാരുടെ കരുത്തിൽ മുന്നേറുകയായിരുന്നു ഇതുവരെ ഇന്ത്യ. ഇന്ത്യൻ സ്പിന്നർമാർ ടൂർണമെന്റിൽ വീഴ്ത്തിയത് 21 വിക്കറ്റുകളാണ്. സ്പിൻ കരുത്തിൽ മോശമല്ല ന്യൂസിലാൻഡും. കിവീസ് സ്പിന്നർമാർ വീഴ്ത്തിയത് 17 വിക്കറ്റുകളും. തുടർജയങ്ങൾ സ്വന്തമാക്കിയ ടീമിൽ മാറ്റം വരുത്താൻ ഇന്ത്യ തയ്യാറായേക്കില്ല.
കുൽദീപ് യാദവിന് പകരം ഒരു പേസറെ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഏക ചോദ്യം. പാകിസ്ഥാനെതിരെ കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തിയ അതേ പിച്ചിലാണ് ഫൈനൽ പോരാട്ടം. അതുകൊണ്ട് തന്നെ സാധ്യതയും വിരളമാണ്. വിരാട് കോഹ്ലിയെയും ശ്രേയസ് അയ്യരെയും കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ്. രജിൻ രവീന്ദ്രയും കെയ്ൻ വില്യംസണുമാണ് ന്യൂസിലൻഡിന്റെ കരുത്ത്. 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും 2000 ICC നോക്കൌട്ട് ട്രോഫിയിലുമാണ് ഇന്ത്യയും ന്യൂസിലൻഡും പ്രധാനപ്പെട്ട ടൂർണമെന്റിലെ ഫൈനൽ കളിക്കുന്നത്. 2 തവണയും ഇന്ത്യക്ക് തോൽവി നേരിട്ടു. പഴയ കണക്കുകളൊക്കെ മാറ്റി നിർത്തി ആവേശകരമായൊരു ഫൈനൽ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ടീം ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയും ന്യൂസിലൻഡും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഇരു രാജ്യങ്ങളും മുൻപ് ICC നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയത് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ. ചരിത്രത്തിൻ്റെ കണക്കുകളിൽ 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 3-1 മേൽക്കൈ ന്യൂസിലൻഡിനാണെങ്കിലും ആശ്വാസത്തിന് ഇത്തവണ ഇന്ത്യക്ക് പിഴക്കില്ല എന്നാണ് വിലയിരുത്തൽ. ICC നോക്കൌട്ട് മത്സരങ്ങളിൽ എതിരാളി ന്യൂസിലൻഡ് ആണെങ്കിൽ ഇന്ത്യയുടെ നെഞ്ചൊന്നിടിക്കും. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ആ മത്സരങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. വർഷം 2000, വേദി കെന്യ. ഇന്ന് ചാമ്പ്യൻസ് ട്രോഫി എന്നറിയപ്പെടുന്ന ടൂർണമെന്റ് അന്ന് ICC നോക്കൌട്ട് ആയിരുന്നു. ആ നോക്കൌട്ടിന്റെ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്യാപ്റ്റനായി സൗരവ് ഗാംഗുലി, ന്യൂസിലൻഡ് ക്യാപ്റ്റനായി സ്റ്റീഫൻ ഫ്ലെമിംഗ്. ന്യൂസിലൻഡ് ടോസ് ജയിച്ച് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ക്യാപ്റ്റൻ ഗാംഗുലിയുടെ 117 റൺസും സച്ചിൻ ടെണ്ടുൽക്കറുടെ 69 റൺസിന്റെയും ചിറകിൽ ഇന്ത്യ 264 എന്ന കൂറ്റൻ ടോട്ടൽ നേടുകയാണ്. മത്സരം ഇന്ത്യ നേടുമെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിൽ ക്രിസ് കെയ്ൻസിന്റെ സെഞ്ചുറി തിളക്കത്തിൽ വെറും 2 പന്തുകൾ മാത്രം ബാക്കി നിൽക്കെ ന്യൂസിലൻഡ് ഫൈനൽ ജയിക്കുകയായിരുന്നു. വർഷം 2019. വേദി ഇംഗ്ലണ്ട്. ഏകദിന ലോകകപ്പ് സെമി ഫൈനലാണ്. ന്യൂസിലൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസണും ഇന്ത്യൻ ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയും. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലൻഡ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 239 റൺസ് നേടുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തിരിച്ചടിയോടെ തുടങ്ങിയെങ്കിലും ധോണിയുടെയും ജഡേജയുടെയും ബാറ്റിംഗിൽ പ്രതീക്ഷയുടെ ഒരു വലിയ ഭാരം ഇന്ത്യൻ മനസ്സുകളിൽ കുടുങ്ങിയേറി. 47.5 ഓവറിൽ എല്ലാം തകരുകയായിരുന്നു. മാർട്ടിൻ കപ്തിലിന്റെ മിന്നൽ ത്രോ, ചീറ്റയെ പോലെ പായുന്ന ധോണി റണ്ണൌട്ടായി. നെഞ്ച് തകർന്ന് ഇന്ത്യൻ ആരാധകരുടെ മുഖങ്ങൾ. ഡഗ്ഔട്ടിലേക്ക് നടന്നു പോകും വഴി കരഞ്ഞുകൊണ്ട് നടക്കുന്ന ധോണിയെ ഇന്നും ആരും മറക്കില്ല. വർഷം 2021, വേദി സൗതാംപ്ടൺ. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ്. ന്യൂസിലൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസണും ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ടോസ് നേടി ന്യൂസിലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 217 റൺസിന് പുറത്തായ ഇന്ത്യ മറുപടി ഫസ്റ്റ് ഇന്നിംഗ്സ് ബാറ്റിംഗിൽ ന്യൂസിലൻഡ് 249 റൺസ് നേടി. രണ്ടാം ഇന്നിംഗ്സിൽ 170 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട്. ഇന്ത്യയുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി. അനായാസമായി ന്യൂസിലൻഡ് ജയിച്ച് കപ്പ് പൊക്കി. വർഷം 2023, വേദി മുംബൈ. ICC ഏകദിന ലോകകപ്പ് സെമി ഫൈനൽ. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ന്യൂസിലൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസണും. ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. രോഹിത്തും ഗില്ലും തകർത്തപ്പോൾ സെഞ്ചുറിയോടെ കോഹ്ലിയും ശ്രേയസ് അയ്യരും തൂത്തുവാരി. 4 വിക്കറ്റ് നഷ്ടത്തിൽ 397 റൺസ് എന്ന റൺമല ഇന്ത്യ കീഴടക്കി. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലൻഡ് 70 റൺസിന് പരാജയം ഏറ്റുവാങ്ങി. ദുബായിൽ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ ഇന്ത്യയും ന്യൂസിലൻഡും ഒരേ മനസ്സോടെ ഇറങ്ങുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണോ അതോ കീഴ്മേൽ മറിയുമോ? സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. എൽദോ അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. എൽദോ, ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷയുണ്ട്, പക്ഷേ എതിരാളികൾ ന്യൂസിലൻഡാണ്. ഇതുവരെയുള്ള നമുക്കറിയാം മത്സരങ്ങളിൽ വലിയ സ്കോർ കണ്ടെത്താൻ സാധ്യത കൂടുതലുള്ള ഫോമിലുള്ള ബാറ്റ്സ്മാൻമാരുള്ള ഒരു ടീം കൂടിയാണ് ന്യൂസിലൻഡ്. കടുത്ത മത്സരം പ്രതീക്ഷിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്നാലും കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഈ ദുബായിലെ മത്സരം സ്റ്റേഡിയത്തിൽ ഒരു 260-270 എന്നുള്ള ഏകദേശം ആവറേജ് ടോട്ടൽ എന്നാണ് കരുതുന്നത്. അപ്പോൾ ആ ഒരു സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഇന്ത്യൻ സ്പിന്നർമാർ ഈ ടൂർണമെന്റിൽ ഇതുവരെ 21 വിക്കറ്റുകൾ 4 സ്പിന്നർമാർ ചേർത്ത് നേടിയത്. അപ്പോ ഇന്ത്യൻ സ്പിന്നർമാരുടെ കരങ്ങളിലായിരിക്കും കൂടുതൽ ഈ മത്സരത്തിന്റെ ഗതി ഇരിക്കുക എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അത്രമാത്രം കരുത്തോടു കൂടിയാണ് അവർ ബോൾ ചെയ്യുന്നത്. ഈ ടൂർണമെന്റിന് ഇന്ത്യ എത്തുമ്പോൾ ജസ്പ്രീത് ബുംറ ഇല്ലാതെ എത്തുന്ന ഇന്ത്യൻ ടീമിന് എങ്ങനെ ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ വരെ എത്താൻ കഴിയും, അല്ലെങ്കിൽ കിരീട നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള
ആശങ്കയുണ്ടായിരുന്നു. ബുംറ ഇല്ലെങ്കിൽ പോലും മുഹമ്മദ് ഷമിയ പേസ് ബോളറുടെ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തു. അതിനേക്കാൾ ഉപരി ഇന്ത്യൻ ടീമിന്റെ നീക്കം അത് നിർണായകമായിരുന്നു. ടീം സെലക്ഷനിൽ തന്നെ സ്പിന്നർമാർക്ക് പരമാവധി അവസരം ഉൾപ്പെടുത്തി 4 സ്പിന്നർമാരെ കൃത്യമായി തന്നെ ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ നീക്കം തന്നെ അത് ദുബായ് എന്നുള്ള സ്റ്റേഡിയത്തിലെ തന്ത്രങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. ഇന്ത്യക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഹോം ഗ്രൗണ്ടിൽ തന്നെ ഒരു ദുബായ് സ്റ്റേഡിയം കിട്ടി. അപ്പോൾ ഈ ന്യൂസിലൻഡ് ടീം ആവട്ടെ പാകിസ്ഥാനിൽ മത്സരം കളിച്ചു, ഒപ്പം ഇന്ത്യക്കെതിരെ കളിക്കാൻ വേണ്ടി ദുബായിൽ വന്നു എന്നത് വെച്ചാൽ ദുബായിലെ മത്സര പരിചയം ഇന്ത്യക്ക് വലിയ അനുകൂലമാണ്. അപ്പോൾ അവിടെ ഒരു സ്ലോ ട്രാക്ക് പ്രതീക്ഷിക്കുന്നു. സ്ലോ ട്രാക്കിൽ ഇന്ത്യൻ സ്പിന്നർമാരുടെ സാന്നിധ്യം, അവരുടെ മേധാവിത്വം അത് വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫൈനലിൽ ഇന്ത്യക്ക് മേധാവിത്വമുണ്ട് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം. ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ കൃത്യമായി ജയിച്ചുവെങ്കിൽ പോലും ഇന്ത്യ ഈ ടൂർണമെന്റിൽ ഒന്ന് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അത് ന്യൂസിലാൻഡിനെതിരെയാണ് എന്ന് വേണം വിലയിരുത്താനായി. അപ്പോൾ ന്യൂസിലാൻഡ് ടീം ശക്തമാണ്, അതിശക്തമാണ്. നമുക്ക് അറിയാവുന്ന പോലെ 2000 ചാമ്പ്യൻസ് ട്രോഫി അന്ന് ICC നോക്കൌട്ട് ടൂർണമെന്റ് ആണ്. അന്ന് ഇന്ത്യ ഗാംഗുലിയുടെ നേതൃത്വത്തിൽ പരാജയം ഏറ്റുവാങ്ങിയതാണ് അന്ന് സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ കീവീസിനെതിരെ. മാത്രമല്ല മറ്റൊരു ICC ടൂർണമെന്റ് അത് 2021 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഇന്ത്യക്ക് അങ്ങനെ തോൽവി വഴങ്ങേണ്ടി വന്നു. പക്ഷെ അതിനൊക്കെ മറുപടി എന്നോണം ഇന്ന് ദുബായിൽ രോഹിത് ശർമ്മയും സംഘവും കിരീട നേട്ടത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഒരു ഘടകം കൂടി ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയായിരിക്കും. ദുബായിൽ ഇന്ത്യക്ക് വലിയ ആരാധക വൃന്ദമുണ്ട്. ഈ ആരാധക വൃന്ദത്തിന്റെ സാന്നിധ്യം ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്രിക്കറ്റ് നിരീക്ഷകൻ ശ്രീ അജിത് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അജിത് കുമാർ, ക്ഷമിക്കണം, അദ്ദേഹം നേരിട്ട് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജിത് കുമാർ, ദുബായ് നമ്മുടെ ഏതാണ്ട് ഒരു ഹോം ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം ദുബായിലായിരുന്നു. ആ പിച്ച് പരിചിതമാണ്. പക്ഷേ ന്യൂസിലൻഡ് എന്ന ഈ ടൂർണമെൻറ്റിൽ അത്യാവശ്യം നല്ല ഫോമിലുള്ള ഒരു ടീമാണ് എതിരാളി എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ സാധ്യതകൾ എത്രത്തോളമെന്നാണ് താങ്കൾ കരുതുന്നത്? ഫോം എടുത്തു നോക്കിയാൽ 2 ടീമുകളും ഒരേ തുല്യ ശക്തികളാണ്. ചിലപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ന്യൂസിലൻഡ് ഉണ്ടെന്ന്. അത് 2 പേർക്കും ഇല്ല. 2 പേരും തുല്യ ശക്തികളായിട്ടാണ്. ഞാനിപ്പോൾ 50-50 ആണ് ഇത്തവണത്തെ എന്റെ പ്രഡിക്ഷൻ. കാരണം അത്രയും തുല്യ ശക്തികളായിട്ടാണ് 2 പേരും ഒന്ന് കളിക്കാൻ പോകുന്നത്. ദുബായ് എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യക്ക് എന്നൊന്നും മാറ്റി നിർത്തിയാൽ മത്സരത്തിന്റെ ക്രമം കണ്ടാൽ തീർച്ചയായിട്ടും 2 പേരും ഒരേപോലെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ടൂർണമെന്റാണ്. ഏറ്റവും ക്രൂഷ്യൽ ശരിക്ക് ഇന്ത്യയിൽ നിന്ന് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ബോളേഴ്സ് വേഴ്സസ് ന്യൂസിലൻഡ് ബാറ്റ്സ്മാൻ. അത് ന്യൂസിലൻഡ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തവണ ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാൻ എടുക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അവർ കോൺവോയെ തിരിച്ചെടുക്കുന്നു. റൂക്കിനെ ചിലപ്പം അവരെ ഫാസ്റ്റ് ബോളറായ റൂക്കിനെ മാറ്റി കോൺവോയ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 7 മാരകമായ ബാറ്റ്സ്മാൻമാരാണ് 7 പേരും. ഈ ന്യൂസിലൻഡ് ഒരു അഡ്വാൻറ്റേജ്, അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത 7 ബാറ്റ്സ്മാൻമാരാണ്. എപ്പോഴെങ്കിലും നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യയായിട്ട് നല്ല പെർഫോമൻസ് ഇട്ടവരാണ് ഇവരെ 7 പേര്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ മത്സരമാണ്. നമ്മൾ 249, കാരണം ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ദുബായിൽ. ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് 249. 249 ഇത്രയും കുറഞ്ഞ സ്കോറിൽ ന്യൂസിലൻഡിനെ പോലെ ഇത്ര ശക്തമായ ടീമിനെ 205 എന്ന സ്കോറിൽ നമ്മൾ ഓൾ ഔട്ട് ആക്കിയത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു വലിയൊരു ആത്മവിശ്വാസത്തിന് കാരണമുണ്ട്. പക്ഷെ സെമി ഫൈനൽസിൽ ഓസ്ട്രേലിയ ആയിട്ടുള്ള പ്രകടനം ശരിയാണ്. വിരാട് കോഹ്ലി നല്ലൊരു അടിത്തറ പകയെങ്കിലും അവസാനം ഹാർദിക് പാണ്ഡ്യയുടെ 2 സിക്സർ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ശരിക്കും പതറിയാണ്. ഓസ്ട്രേലിയൻ ബോളിംഗിന്റെ അഗൻസ്റ്റ് ഇന്ത്യ ശരിക്കും പതറി എന്ന് തന്നെ പറയണം അവസാനമായപ്പോ. അപ്പൊ മത്സരം ഏത് പാർട്ടിക്കും പോകാമെന്നൊരു മത്സരത്തിൽ നിന്നാണ് ഇന്ത്യ വിജയിച്ചത് സെമി ഫൈനൽ. എന്നാൽ മറുവശത്ത് സൗത്ത് ആഫ്രിക്കയുടെ അഗൻസ്റ്റ് മത്സരം നമ്മൾ കണ്ടതാണ്. 362 എന്ന കൂറ്റൻ സ്കോർ നേടി 50 റൺസിന് ഒരു സമയത്ത് പോലും ആകെ ഒരു ബൗമയും ബാറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു ചെറുതായിട്ട് അവർക്കൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. ബൗമ ഔട്ടായതോടെ പിന്നെ അവർക്ക് ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. കൃത്യതയോടെ അവർ 312 റൺസിന് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുകയും 50 റണ്ണിന് ആധികാരിക വിജയം നേടുകയും ചെയ്യുന്നു. ഒരു ആധികാരിക വിജയത്തിന്റെ ചിറകിലൂടെയാണ് ന്യൂസിലൻഡ് വരുന്നത്. എന്നാൽ ഇന്ത്യ വിജയിച്ചു എന്ന ഒരു കണ്ടീഷനിലൂടെയാണ് വന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ വീക്ക്നെസ്സസ് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഇന്ന് കളിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് ജയിക്കേണ്ടതാണ്. കാരണം ദുബായ് എന്നൊരു ഗ്രൗണ്ടിൽ ഇതുവരെ ഇന്ത്യ ഒരു അന്താരാഷ്ട്ര മത്സരം
തോറ്റിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കൂടി. ആകെ ഒരു മത്സരം ടൈ ആയി ബാക്കി 10 മത്സരങ്ങൾ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ മത്സരവും ഇന്ത്യക്ക് തുണയായിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരു ഹോപ്പ് ഇത്രയേ ഉള്ളൂ. 14 തവണ ടോസ് തോറ്റിരിക്കുന്ന ഇന്ത്യ ഇന്ന് ടോസ് വിൻ ചെയ്താൽ അതൊരു വലിയൊരു ഘടകമായിരിക്കും. കാരണം ന്യൂസിലൻഡ് തീർച്ചയായിട്ടും ടോസ് വിൻ ചെയ്താൽ ബാറ്റ് ചെയ്യും. ഈ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് ശ്രീ അജിത് കുമാർ. സ്വാഭാവികമായും ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യും. അത് തന്നെയല്ലേ സാധ്യത? ഇന്ത്യ ഈ ചേസ് ചെയ്ത് കോഹ്ലിയുടെ ബലത്തിൽ പല മത്സരങ്ങളും ജയിച്ചൊരു പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. തീർച്ചയായിട്ടും ഇന്ത്യ ടോസ് വിൻ ചെയ്ത് ആദ്യം ബാറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ ടോസ് വിൻ ചെയ്തിട്ടില്ല. 14 മത്സരങ്ങളായി ഇതുവരെ. കഴിഞ്ഞ 11 തവണ രോഹിത് ശർമ്മയും 3 തവണ KL രാഹുലും കഴിഞ്ഞ 14 ODIസിലും ടോസ് തോറ്റിരിക്കുന്ന ഒരു ചരിത്രത്തോടെയാണ് നമ്മൾ 15ാമത്തെ മത്സരം കളിക്കാൻ പോകുന്നത്. ആ ഒരു പേര് മാത്രമല്ല, ടോസ് ഇന്ന് ഇന്ത്യക്ക് ഫേവറബിൾ ആവണം. ഇന്ത്യൻ ആദ്യം ബാറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് അഡ്വാൻറ്റേജ്. ആദ്യം ബാറ്റ് ചെയ്ത് ഒരു 270 എന്താ പറഞ്ഞത്, ഒരു 260 270 നമ്മൾ എടുക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിന് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പിന്നെ ചേസ് ചെയ്യാനായിട്ട് അവർ അത്രയും എക്സ്പേർട്സ് അല്ല. ആകെ ശരിയാണ്. ഈ ടൂർണമെന്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ ബംഗ്ലാദേശിനോട് അവർ ചേസ് ചെയ്ത് ജയിച്ചു. 246 അവരെടുത്തു, ഇവര് 250 എടുത്തിട്ട് അവർ ജയിച്ചു. പക്ഷെ ആ ഒരു മത്സരം മാറ്റി നിർത്തിയാൽ ബാക്കി 3 മത്സരങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നത് ആധികാരികമായിട്ടുള്ള വിജയം അവരുടെ ആദ്യം ബാറ്റ് ചെയ്തിട്ടാണ്. ശ്രീലങ്കയായിട്ടുള്ള മത്സരം നമ്മൾ കണ്ടു, പാകിസ്ഥാനായിട്ടുള്ള മത്സരം 320 എന്ന ടോട്ടൽ അവർ എടുത്തു. സൗത്ത് ആഫ്രിക്കയായിട്ട് 362 എന്ന സ്കോർ എടുത്തു. എല്ലാം ഇത്തവണത്തെ 300+ സ്കോർസ് മുഴുവൻ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ 7 പേരിൽ 4 പേര് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 4 പേർക്ക് അത്രയും ഉജ്ജ്വല ഫോമിലാണ് ഇവര്. 2 സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. കെയ്ൻ വില്യംസൺ ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. ലാത്തം ഇന്ത്യക്ക് ഞാൻ ഇപ്പോഴും ഏറ്റവും എനിക്ക് പേടിയുള്ള ഒരു പ്ലെയർ ലാത്തമാണ്. അദ്ദേഹമാണ് എപ്പോഴും ഇന്ത്യയുടെ അഗൻസ്റ്റ് നല്ല ഉജ്ജ്വല പെർഫോമൻസ് എടുക്കുന്നത്. ഗ്ലെൻ ഫിലിപ്സിന്റെ ബാറ്റിംഗ് നമുക്കറിയാം. മിച്ചലും വളരെ നല്ല ഫോമിലാണ്. കോൺവേയും കൂടി വന്നാൽ ടീം വളരെ സ്ട്രോങ് ആവും. ഒരു ആദ്യത്തെ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ട് അത്രയും ഒരു നല്ലൊരു പെർഫോമൻസ് ഇട്ടില്ലെങ്കിലും അവർ 7 ബാറ്റ്സ്മാൻമാരും നല്ല ഉയർന്ന തലത്തിലാണ്. 7 ബാറ്റ്സ്മാരുമായിട്ട് അവർ ഇറങ്ങുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ അജിത് കുമാർ, ഈ ന്യൂസിലൻഡിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും ശക്തമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തകളിലൊന്ന് അവരുടെ ഏറ്റവും ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ മാറ്റ് ഹെൻറിയുടെ പരിക്കാണ്. ഒരുപക്ഷെ അദ്ദേഹം ഫൈനലിൽ കളിക്കാൻ ഉള്ള സാധ്യതകൾ കുറവാണ് എന്നും കേൾക്കുന്നു. അത് ഇന്ത്യക്ക് ലോട്ടറി ആകുമോ? തീർച്ചയായിട്ടും ലോട്ടറി തന്നെ. കാരണം ഹെൻറിക്ക് ഇന്ത്യയിലെ ടോപ്പ് ഓർഡറിൽ എപ്പോഴും 1-2 വിക്കറ്റ് എടുക്കാൻ എപ്പോഴും അദ്ദേഹത്തിന് ഭയങ്കര കപ്പാസിറ്റി. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നോക്കാം. ആദ്യത്തെ 3 വിക്കറ്റിൽ 2 വിക്കറ്റ് ഹെൻറി എടുത്തത്, ഇൻക്ലൂഡിംഗ് വിരാട് കോഹ്ലി. 2 വിക്കറ്റ് അദ്ദേഹമാണ് എടുത്തത്. അപ്പൊ ഹെൻറിക്ക് ആ ടോപ്പ് ഓർഡറിൽ അദ്ദേഹത്തിന് ആ ഫസ്റ്റ് സ്പെല്ലിൽ ഇന്ത്യയിൽ നമ്മളുടെ എല്ലാ ചരിത്രത്തിൽ നോക്കിയാൽ എപ്പോഴും ആദ്യത്തെ 2 വിക്കറ്റ് അദ്ദേഹം എപ്പോഴും എടുക്കാറുണ്ട്. ഹെൻറി ഇല്ലാത്തത് വലിയൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും ഇന്ത്യക്ക്, യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് വരാൻ പോകുന്നത് പതിവ് ബാറ്റ്സ്മാൻ ആയിരിക്കും. റൂക്കിനും ജാമിസൺ ഓഫ് കോഴ്സ് ഇപ്പൊ വീണ്ടും നല്ല ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ എന്നാലും ജാമിസനും റൂക്കിനെയും കളിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഇന്ത്യൻ ഓപ്പണേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഹെൻറി അദ്ദേഹത്തിന് ഇന്ത്യൻ നമ്മളിപ്പോ ഏത് മത്സരം നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പോ കണ്ടു ഹെൻറിയാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു തലവേദനയായിരിക്കുന്ന ബോളർ. അതിന് ചിലപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ചെറിയ ഇഞ്ചുറി അത്രയും മേജർ അല്ലെങ്കിൽ അദ്ദേഹം അവർ കളിപ്പിക്കും തീർച്ചയാണ്. കാരണം ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഹെൻറിക്ക്. ഹെൻറി ബോൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ ഒന്ന് പതറുന്ന പണ്ടേ നമ്മൾ കണ്ട, ടെസ്റ്റിലും ആയിക്കോട്ടെ ഏകദിനത്തിലും ആയിക്കോട്ടെ T20യിലും ആയിക്കോട്ടെ, അത് 3 ഹെൻറിയുടെ ആ ഒരു തുടക്കം ന്യൂസിലൻഡ് അതൊരു വലിയൊരു ആവേശമാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹം അത്ര ഇഞ്ചോർഡ് അല്ലായിരുന്നെങ്കിൽ അവരിന്ന് അയാളെ കളിപ്പിക്കുന്ന തന്നെയാണ് എന്റെ ഒരു അനുമാനം. മറ്റൊന്ന്, ഈ കോഹ്ലി ഫോമിലാണ്. കോഹ്ലി അത്യാവശ്യം ചില മത്സരങ്ങൾ കളിച്ച പശ്ചാത്തലം ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ രോഹിത് ശർമ്മയുടെ ഒരു ഫോമാണ്. വെടിക്കെട്ട് തുടക്കങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നുണ്ടെങ്കിൽ പോലും കൺസിസ്റ്റൻ്റായി റൺസ് നേടുന്നതിൽ പരാജയപ്പെടുന്ന രോഹിത് ശർമ്മയെ നമ്മൾ കണ്ടു. 38ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത് ശർമ്മയുടെ വിരമിക്കൽ ഉണ്ടാകാം എന്നുള്ള വാർത്തകളൊക്കെ ചില ദേശീയ ദിനപത്രങ്ങൾ പുറത്തുവിടുന്ന പശ്ചാത്തലമുണ്ട്. കണ്ണുകൾ സ്വാഭാവികമായും കോഹ്ലിയേക്കാൾ കൂടുതൽ രോഹിത് ശർമ്മയിലേക്കാകും ഇന്ന്. തീർച്ചയായിട്ടും. കാരണം ആ ഓപ്പണിംഗ് സ്റ്റാൻഡ് നമ്മളിപ്പം ഒറ്റ മത്സരത്തിലും ആ ഒരു ഉയർന്ന തലത്തിൽ നമുക്ക് ഓപ്പണിംഗ് നടത്താൻ പറ്റില്ല. ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് രോഹിത് ഷൈൻ ചെയ്തത്. ആ ഒരു മത്സരം നമ്മൾ മാറ്റി നിർത്തിയാൽ രോഹിത്തിന്റെ ഓപ്പണിംഗ് ബാറ്റിംഗ് 28-30 റൺ എടുത്ത് ഔട്ടാവുകയാണ്. ജയിച്ച ഓസ്ട്രേലിയ ആയിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം നല്ല ഫോമിലാണ്. വിചാരിച്ചു നല്ല അവസാന ഇന്നിംഗ്സ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ടൈം ഷോട്ട് അടിച്ച് ഔട്ടാവുന്നത്. അതൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും രോഹിത് പറയത്തക്ക മോശം ഫോമിലല്ല.
വിചാരിക്കാൻ ഒന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ, കാരണം നമ്മൾ ഇംഗ്ലണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ആ സെഞ്ചുറി നമ്മൾ കണ്ടതാണ്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ റോഹിത്തിന്റെ നമുക്ക് ഇത് സെഞ്ചുറി പ്രതീക്ഷിക്കാം. കാരണം അങ്ങനത്തെ ഒരു പ്ലെയറാണ് റോഹിത്. അതെ, ഒരു 25-30 ഓവറൊക്കെ രോഹിത് ശർമ്മ ക്രീസിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു 350 സ്കോറിലേക്കൊക്കെ ഇന്ത്യക്ക് എത്താവുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. വെടിക്കെട്ട് തുടക്കങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, അല്ലേ? തുടക്കം വളരെ ഗംഭീരമാണ്. കാരണം ആ ബോളേഴ്സിനെ ഒരു സൈക്കോളജിക്കലി ഒന്ന് മുന്നോട്ടാക്കാനായിട്ടൊരു തുടക്കം. ആകെ ന്യൂസിലൻഡായിട്ട് മാത്രമേ ശരിക്കും ഒരു ഫെയിലിയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റു മത്സരങ്ങളൊക്കെ നല്ല സ്റ്റാർട്ട് കൊടുത്തിരുന്നു. ബംഗ്ലാദേശിനുള്ള ആ 42 നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു സെഞ്ചുറിയിലേക്ക് അദ്ദേഹം പോകും. കാരണം തുടക്കത്തിൽ തന്നെ ആ മുസ്ഫിഷുർ റഹീമിനെ ശരിക്കും അടിച്ച് ശരിക്കും അവരുടെ ബെസ്റ്റ് ബോളറാണ് അദ്ദേഹത്തെ. ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല ഈ ടൂർണമെന്റിൽ ആരും തന്നെ റഹീമിനെ ഇത്രയും ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ഇത്രയും മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല റോഹിത്തിനെ പോലെ. പക്ഷെ അതൊക്കെ ആ ഓപ്പണിംഗ് ആ ഒരു തുടക്കം അദ്ദേഹത്തിന് ഇന്ന് കൊടുക്കാൻ പറ്റിയ ഹെൻറിയല്ല ആർക്കും അദ്ദേഹത്തെ ഡിസ്ലോജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ പഴയ പോലെ ചില സ്ട്രോക്സ് അദ്ദേഹം കളിക്കുമ്പോൾ അത് ക്യാച്ചായി മാറും. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതൊക്കെ ഇത്തവണ ഓവർകം ചെയ്ത് നല്ലൊരു വിക്ടറിയിലേക്ക് രോഹിത് നമ്മളെ കൊണ്ടുപോകുമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം ഒരു ശരിക്കും ബാറ്റിംഗ് ഇത്രയും ഒരു നല്ലൊരു പ്ലെയറൊക്കെയാണ്. പക്ഷെ എന്നാലും കാണികളും നമ്മളെല്ലാരും കൂടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് രോഹിത് ഇൻ ഹിസ് ബെസ്റ്റ് ആണ്. താങ്കൾ 25 ഓവർ രോഹിത് നിന്നാൽ അദ്ദേഹം 150 അല്ല ഡബിൾ സെഞ്ചുറി എത്തും. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് സ്കോർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ദുബായ് വിക്കറ്റിൽ അതത്രയ്ക്കും പറ്റുമോ എന്നും കൊണ്ട് സംശയമുണ്ട്. കാരണം വിക്കറ്റ്, പക്ഷെ ഓസ്ട്രേലിയയായിട്ടുള്ള ആ വിക്കറ്റ് ആണെങ്കിൽ കാര്യം മാറും. കാരണം ഓസ്ട്രേലിയയായിട്ടുള്ള വിക്കറ്റ് അത്രയും സ്പിൻ ഫ്രണ്ട്ലി ആയിരുന്നില്ല. അതൊരു ഒരു പുതിയ വിക്കറ്റാണ്. അങ്ങനത്തെ ഒരു വിക്കറ്റാണ് ഇവർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സ്കോർ 270 അല്ല, അവർ 350 വരെ എത്തും. കാരണം ഓസ്ട്രേലിയൻസിന് അവർ 200 ആയിരുന്നു ആദ്യം. പിന്നെയാണ് ഇന്ത്യൻ ബോളേഴ്സിന്റെ ആ ഒരു മിടുക്കാരനാണ് പെട്ടെന്ന് സ്റ്റീവൻ സ്മിത്തും മാക്സ്വെൽ ഔട്ടായതിനു ശേഷമാണ് പെട്ടെന്ന് കളി നമ്മുടെ ഭാഗത്തേക്ക് വന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, ആ ഓസ്ട്രേലിയയായിട്ടുള്ള അതേ പിച്ചിലാണ് കളിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും രോഹിത് ശർമ്മയ്ക്ക് നല്ലൊരു സ്കോർ എടുക്കാനും 300+ നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ പിച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം ആ ഒരൊറ്റ വിക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ വിക്കറ്റും, പ്രത്യേകിച്ച് ന്യൂസിലൻഡ് ആയിട്ടുള്ള മാച്ചിലെ വിക്കറ്റ് നമുക്കറിയാം വളരെ ടേണിംഗ് വിക്കറ്റ് ആയിരുന്നു. ചക്രവർത്തിയെ അവർക്ക് കളിക്കാൻ തന്നെ പറ്റിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് അവർ നമ്മൾ കണ്ടത്. എൽദോ പോൾ കൂടി തുടരുന്നുണ്ട്. എൽദോ, അജിത് കുമാർ സാറിനോട് എന്തെങ്കിലും ചോദിക്കാം. ഡോക്ടർ അജിത് കുമാർ, ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും കളിച്ച പിച്ചാണ് ഇന്നത്തെ മത്സരത്തിൽ ഫൈനലിനായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായ സ്പിൻ അനുകൂലമായ ട്രാക്കാണ്. അങ്ങനെയെങ്കിൽ അന്ന് 3 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു കുൽദീപ് യാദവ്. പക്ഷേ കുൽദീപ് യാദവിന്റെ ഒരു പ്രകടനം മാത്രമാണ് ചെറിയൊരു തരത്തിലെങ്കിലും സ്പിന്നർമാരുടെ ഇടയിൽ ചോദ്യം ചെയ്യപ്പെടുക, ബോളർമാരുടെ ഇടയിൽ. കുൽദീപിനെ മാറ്റി പകരം ഒരു പേസറെ അർഷദീപിനെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരിക എന്നുള്ള ഒരു ആലോചന ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ടോ ശ്രീ അജിത് കുമാർ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിന്നിംഗ് കോമ്പിനേഷൻ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതാണ്. കാരണം അതൊരു ട്രഡീഷൻ. പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിനെ പോലെ ഒരു കോച്ചിന് ഈ വിന്നിംഗ് കോമ്പിനേഷനോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ആക്ച്വലി ഹർഷത്തിനെ മാറ്റി വരുണിനെ കൊണ്ടുവന്നത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. വരുൺ കളിക്കില്ല എന്ന് തന്നെ വിചാരിച്ചാണ്. അപ്പോഴാണ് ഹർഷത്തിനെ മാറ്റി വരുണിനെ കൊണ്ടുവരുന്നത്. വരുൺ ഇമ്മീഡിയറ്റ്ലി സ്വർണം തന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാൽ 5 വിക്കറ്റ് ആ മത്സരത്തിൽ തന്നെ. അപ്പം വരുൺ എന്തായാലും മാറ്റാൻ സാധ്യതയില്ല. പക്ഷെ ഇത് പിന്നെ കുൽദീപാണ്. പക്ഷെ കുൽദീപിനെ എനിക്ക് മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കുൽദീപിന്റെ ആ ഒരു ഈ 3 സ്പിന്നേഴ്സ് ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ആണെങ്കിൽ 3 വെറൈറ്റിയാണ്. ഈ ടോപ്പ് സ്പിന്നറായിട്ട് കുൽദീപ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഇങ്ങനെ ഒരു ടോപ്പ് സ്പിന്നറിനെ അവർ മാറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ടോപ്പ് സ്പിന്നിങ് ബോളിംഗ് ന്യൂസിലൻഡ് ഇത്തിരി വീക്കാണ്. ന്യൂസിലൻഡേഴ്സ് ശരിക്കും സ്പിൻ കളിക്കുമെങ്കിലും ലെഗ് സ്പിൻ കളിക്കാൻ അവർ അത്രയും മിടുക്കന്മാരല്ല. അതുകൊണ്ടാണ് ഇവര് 4 സ്പിന്നേഴ്സിനും ന്യൂസിലൻഡിനോട് അത്ര, വില്യംസിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി ആരും തന്നെ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ കളിക്കാനേ അവർക്ക് പറ്റിയില്ല എന്ന് തന്നെയാണ് നമ്മൾ അന്ന് കണ്ടത് കൃത്യമായിട്ട്. നാം ഒരിക്കലും ഫിലിപ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കളിക്കുന്നൊക്കെ വിചാരിച്ചു ഇവിടെ ഔട്ടാകുന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ കാണുന്നത് ഈ സ്പിൻ ബോളിങ്ങിനോട് ന്യൂസിലൻഡ് ബെറ്ററായിട്ട് കളിക്കുമെങ്കിലും ലെഫ്റ്റ് ആം സ്പിൻ അവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം നോക്കുമ്പോൾ ഈ 3 പേരിൽ ശരിക്കും ഒരു ടോപ്പ് സ്പിന്നറും ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ എന്ന നിലയിൽ ടോപ്പിൽ നിൽക്കുന്നത് കുൽദീപിനാണ്. അപ്പൊ ഇന്നത്തെ മത്സരത്തിന് ഇത്രയും ഒരു ക്രൂഷ്യൽ മത്സരം, താങ്കൾ പറഞ്ഞില്ല പാകിസ്ഥാനായിട്ടുള്ള അതേ വിക്കറ്റാണ് നമ്മൾ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതൊരു സ്പിന്നിങ് ട്രാക്ക് ആയിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാലോ പാകിസ്ഥാനിലെ മത്സരം നമ്മൾ ശരിക്കും കണ്ടതാണല്ലോ. സ്പിന്നേഴ്സ് ആണ് കൂടുതലും അന്ന് ആധിപത്യം കാണിച്ചത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കുൽദീപിനെ അവർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്.
ഒരു ലാസ്റ്റ് ഫൈനൽസിന് വേണ്ടി ആർഷ്ദീപിനെ കൊണ്ടുവരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഒരു ഏതായാലും കാര്യം- വലിയ പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫി ഉയർത്താം എന്ന് പ്രതീക്ഷിക്കുന്നു. 2:30 മണിക്കാണ് പോരാട്ടം ആരംഭിക്കുക. നന്ദി ഡോക്ടർ അജിത് കുമാർ ഇത്രയും നേരം ഞങ്ങളോട് വിശദമായി സംസാരിച്ചതിന്. ഒപ്പം എൽദോ പോളും വിശദാംശങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ലഹരി നുരയുന്ന വാർത്തകളാണ് സംസ്ഥാനത്ത് ഉടനീളം വരുന്നത്. നമുക്കറിയാം, ലഹരി കഴിച്ച് കൊലപാതകം നടത്തുന്നവർ, കൊച്ചുകുട്ടികൾ പോലും ഇതിനടിമയാകുന്നവർ. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ വേണം. ലഹരി കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. താമരശ്ശേരിയിൽ MDMA വിഴുങ്ങിയ ഷാനിദിന്റെ മരണത്തിൽ അന്വേഷണം തുടരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇയാൾക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. സജീവ് സി വാര്യർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജീവ്, ഒരുപാട് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ ഷാനിദിൻ്റെ മരണം. പോലീസിനെ കണ്ട് പേടിച്ച് ആ ലഹരി പാക്കറ്റ് അപ്പാടെ വിഴുങ്ങുക. നമുക്കറിയാം, MDMA ഒക്കെ ഒരു പരിധി കഴിഞ്ഞ് ശരീരത്തിൽ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. അത് ഷാനിദിനും സംഭവിച്ചു. ഇനി എന്തൊക്കെ തലത്തിലേക്കാണ് ഇതിൻ്റെ അന്വേഷണം പോകുന്നത് സജീവ്? രഞ്ജിത്ത്, ഷാനിദിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയാളുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതനുസരിച്ച് മാത്രമേ മരണം സംബന്ധിച്ച വിശദ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്നാൽ നാട്ടുകാർ പറയുന്നത് ഇയാൾ ഗൾഫിൽ ജോലിക്ക് പോയിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് തിരികെ എത്തിയ ശേഷം ഈ ലഹരി ബിസിനസ്സിൽ പങ്കാളിയായിട്ടുണ്ട്. അതായത് വിൽപ്പനയെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീട്ടിൽ അമ്മൂമ്മയുടെ കൂടെയാണ്, അതായത് ഉമ്മയുടെ കൂടെയാണ് ഇയാൾ താമസിക്കുന്നത്. പക്ഷെ അവിടെ വളരെ ലേറ്റായി വൈകി വീട്ടിലെത്തുന്ന ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ വഴക്ക് പറഞ്ഞാലും തിരികെയൊന്നും പ്രതികരിക്കുന്ന ആളല്ല. അധികം മിണ്ടാട്ടമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരാളാണ് എന്നെല്ലാമുള്ള വിവരങ്ങളാണ് നാട്ടുകാരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇയാൾക്ക് ലഹരി വിൽപ്പനയുണ്ട് എന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. 2 തവണ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് 3-ാം തവണയാണ് ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ സമയത്ത് ഇയാൾ കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റുകൾ 2 സിപ്പ് പാക്കറ്റുകളായിരുന്നു. അപ്പോൾ അത് മുകളിൽ ഒട്ടിച്ചു വെക്കുന്ന തരത്തിലുള്ള പാക്കറ്റുകളായിരുന്നു. ഇതാണ് വിഴുങ്ങിയത്. 130 ഗ്രാം MDMA ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ലഹരി പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് സമ്മതിച്ചത്. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഇത് ഗുരുതരമായ സാഹചര്യമാണ്, മെഡിക്കൽ കോളേജിൽ മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ശസ്ത്രക്രിയ നടത്തി ഈ എൻഡോസ്കോപ്പിയിൽ 2 പൊതികൾ കണ്ടെത്തുകയും വെളുത്ത തരികളുള്ള 2 പൊതികൾ കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങുന്നതിനിടെയാണ് ഇയാൾ മരിച്ചു പോകുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. 28 വയസ്സുള്ള ആളായിരുന്നു ഷാനിദ്. ഷാനിദിന്റെ മരണം ഒരുപാട് യുവാക്കളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒട്ടേറെ പേർക്ക് ഈ ലഹരി കണ്ണികളിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. രഞ്ജിത്ത്, ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ട്? ലഹരി മാഫിയയുമായി മറ്റുമുള്ള ബന്ധമൊക്കെ പരിശോധിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചില സംശയങ്ങളുണ്ടോ? നാട്ടുകാരുമായി ഒന്നും വലിയ അടുപ്പമില്ലായിരുന്ന ആളായിരുന്നു, ലഹരി ഉപയോഗിക്കുമെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. ആ എല്ലാ തലങ്ങളും അന്വേഷിക്കണമല്ലോ സജീവ്. സ്വാഭാവികമായും എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കും. നാട്ടുകാരിൽ നിന്ന് ഇതുമായി ഇയാളുടെ സമീപത്തുള്ള ആളുകളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കൂടാതെ ഇയാളുടെ ഫോണിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. അത് പരിശോധിക്കുന്നുണ്ടാകും. ഒപ്പം വീട്ടുകാരെയും ചോദ്യം ചെയ്യും. എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് അത്തരം ഈ മരണം സംബന്ധിച്ച കേസും ആ രീതിയിൽ പോകും. അതേസമയം ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന ലഹരിക്കണ്ണികളെ കണ്ടെത്തുകയും അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ലക്ഷ്യം. അതിനായുള്ള പ്രവർത്തനങ്ങളിലാണ് പോലീസ്. തീർച്ചയായും ഷാനിദിന്റെ മരണം കേരളത്തെ ചെറുതായിട്ടൊന്നുമല്ല ഞെട്ടിച്ചത്.
MDMA വിഴുങ്ങി ഒരു യുവാവ് 27 വയസ്സുകാരൻ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ മയക്കുമരുന്ന് MDMA രാസലഹരിയുടെ സാന്നിധ്യം ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ യുവത്വത്തെ ബാധിച്ചിരിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വെക്കണം. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗത്തിൽ ഗവർണർ വിളിച്ച യോഗം നാളെ. രാജ്ഭവനിൽ നടക്കുന്ന യോഗത്തിൽ എല്ലാ വൈസ് ചാൻസലർമാരും പങ്കെടുക്കും. ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ആലോചിക്കും. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ പല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല ഇടപെടലുകൾ ഇപ്പോൾ ഗവർണർ യോഗം വിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും സംസ്ഥാന സമ്മേളനത്തിൽ തിരക്ക് കഴിഞ്ഞാൽ ആലോചന യോഗം വിളിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഗവർണർ യോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള നിരവധി കേസുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിടിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. രഞ്ജിത്ത്, കലാലയങ്ങളാണ് ഈ ലഹരി വസ്തുക്കളുടെ പ്രധാന ഉപയോഗ സ്ഥലങ്ങളായി വരുന്നതെന്ന കണ്ടെത്തലുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഡ്രഗ്സ്, രാസലഹരികളുടെ പ്രധാന കേന്ദ്രം അത് ഉപയോഗിക്കുന്നത് ടീനേജിലുള്ള ആളുകളാണ്. സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജുകളോ ആണ്. അതിൽ തന്നെ പ്രധാനമായും ഈ കോളേജുകളിൽ മുതിർന്ന വിദ്യാർത്ഥികളാണ്. അവർക്കിടയിൽ വലിയ തോതിൽ ഈ രാസലഹരിയുടെ ഉപയോഗം കൂടി വരുന്നതായ കണ്ടെത്തലുകൾ. ഈ വിദ്യാർത്ഥികളിൽ ചിലർ തന്നെ കാരിയർമാരായി മാറുന്ന സാഹചര്യമുണ്ട്. അതിൽ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം വലിയ തോതിൽ പെൺകുട്ടികളെയും ഇതിൽ കാരിയർമാരാക്കുന്നു. പ്രണയക്കണിയിലൂടെയും മറ്റും ഈ സൗഹൃദം, വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്കിടയിൽ ശക്തമായ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ഈ ലഹരിയുടെ വഴിയിൽ കൊണ്ടുപോവുകയും അവരെ തന്നെ പിന്നീട് കാരിയർമാരാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ പോക്സോ കേസുകളിലൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്. അത് സ്കൂളുകളിൽ കൗൺസിലിംഗ് വന്നതോടുകൂടിയാണ് ഈ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അതേ തരത്തിൽ കോളേജുകളിൽ ലഹരിക്കെതിരെ ഏത് തരത്തിൽ നടപടിയെടുക്കാം, അത് തന്നെയാണ് പ്രധാനമായും ആലോചിക്കുന്നത്. ഗവർണർ വിളിച്ചിട്ടുള്ള യോഗത്തിന്റെ പ്രാധാന്യവും അതിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവും ഇതുതന്നെയാണ്. VC-മാരെ പ്രധാനമായും ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർമാർ ഇതിൽ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും. അതിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ലഹരിയുടെ വ്യാപനം തടയാം എന്നടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിന്റെ തിരക്കുകൾ ഒഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരമൊരു കാര്യത്തിൽ ഗൗരവതരമായ ചർച്ചയിലേക്ക് പോകും. അതിൽ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആരോഗ്യ വകുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും വലിയ നിർണായകമായ പങ്ക് ഇതിൽ വഹിക്കാനുണ്ട്. ഇത്തരം കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാകും. പോലീസ് ഇതുവരെ സാധാരണ നിലയിൽ എക്സൈസോ പോലീസോ പിടികൂടുന്നത് ഇങ്ങനെ വരുന്ന കഞ്ചാവോ അല്ലെങ്കിൽ MDMA ആയി വരുന്ന യുവാക്കളെ പിടികൂടുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഉറവിടം കണ്ടെത്തുക, എവിടെ നിന്ന് വരുന്നു ആ കേന്ദ്രങ്ങളിൽ പരിശോധന. അതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായം കൂടി ആവശ്യമുണ്ട്. കാരണം പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ MDMA മറ്റോ കേരളത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ MDMA വലിയ തോതിൽ കേരളത്തിലേക്ക് എത്തുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട്. അവിടെ തന്നെ ഈ ആഫ്രിക്കൻ വംശജർ അവർ കുക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവരുടെ കോളനി തന്നെ പല സംസ്ഥാനങ്ങളിലായുണ്ട്. അവിടെ എത്തി പരിശോധന നടത്തുക കേരള പോലീസിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇവർ ആയുധധാരികളാണ്, അക്രമകാരികളാണ്. അവിടുത്തെ പോലീസിന്റെ കൂടി സഹായം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിവരും. ആന്ധ്രയിൽ നിന്നടക്കം കഞ്ചാവ് വലിയ തോതിൽ കേരളത്തിലേക്ക് വരുന്നു. ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി വസ്തുക്കളുടെ പ്രധാന വിപണിയായി കേരളം മാറുന്നു എന്ന് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാരിന്റെ നീക്കം. അതിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുംബൈയിൽ നിന്നും തിരിച്ചെത്തിയ താനൂർ സ്വദേശികളായ പെൺകുട്ടികളെ കുടുംബത്തോടൊപ്പം വിട്ടയച്ചില്ല. രണ്ടുപേരെയും റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റി. കുട്ടികളുമായി സംസാരിച്ചതിൽ കൗൺസിലിംഗ് വേണമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പോലീസിന്റെ ഈ നടപടി. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, കുട്ടികളെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു നൽകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. കാരണം അവർക്ക് ആ തരത്തിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവരെ പുറകോട്ട് വലിക്കുക, കുടുംബത്തിനൊപ്പം ചേർക്കുക. കാരണം മാതാപിതാക്കളും അവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഇത്തരമൊരു നടപടി? എന്താണ് ഇനിയും ഇവരുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ കുട്ടികളുടെ കാര്യത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൗൺസിലിങ്ങും തുടർ പിന്തുണയും ആവശ്യമായ ഒരു സാഹചര്യമുണ്ട്.
ഇവര് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചെങ്കിൽ അവർ തിരിച്ചെത്തിയത് സുരക്ഷിതരായിട്ട് എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം, ആ കാര്യങ്ങളെയൊക്കെ തന്നെ കുറെ കൂടി മനസ്സിലാക്കി അവർക്ക് മാനസിക പിന്തുണ കൊടുക്കേണ്ട ഒരു ഘട്ടമാണിതെന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ അഭിപ്രായപ്പെടുന്നത്. ആ സാഹചര്യത്തിലാണ് അവർക്ക് കൗൺസിലിങ്ങിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴവരെ CWSന്റെ നിയന്ത്രണത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. കാരണം പെട്ടെന്ന് വീട്ടിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള തുടർ പ്രതികരണങ്ങൾ എന്ന് പറയാനാകില്ല. കാരണം അവർക്കൊരിക്കലും ഞാൻ ഇന്നലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവർക്ക് പോയതിലോ മറ്റ് ഈ തരത്തിലുള്ള ഈ ആശങ്ക ഉണ്ടാക്കിയതിലൊന്നും വലിയ ടെൻഷനോ സങ്കടമോ പേടിയോ ഒന്നും അവർക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർ വളരെ കൂളായിട്ടാണ് ഈ സാഹചര്യത്തെയൊക്കെ കാണുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഗൗരവം അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാകാം അവർക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ അറിയാത്തത്. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഗൗരവം അവരിലേക്ക് എത്തിക്കാൻ അവർക്ക് കൂടുതൽ മാനസിക പിന്തുണ നൽകേണ്ടതുണ്ട്. അതിന് കൗൺസിലിങ്ങും മറ്റ് നടപടികൾ ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവരെ അത്തരത്തിൽ CWS നിയന്ത്രണത്തിൽ തന്നെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ കൂടെ മുംബൈയിലേക്ക് പോയ ഇടവണ്ണ സ്വദേശിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരെ 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിലും രണ്ടിലും തട്ടിക്കൊണ്ടുപോലും അതുപോലെ തന്നെ ഫോൺ വഴിയുള്ള ശല്യം ചെയ്യൽ, പിന്തുടരൽ എന്നുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ 2 കുട്ടികൾക്കും എതിരെ ഇയാളത് ചെയ്തു എന്നാണ് FIR സൂചിപ്പിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കൗൺസിലിംഗ് എല്ലാം പൂർത്തിയാക്കിയ ശേഷമേ ഇവരെ വീട്ടുകാർക്കൊപ്പം വിട്ടയക്കൂ എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഹംപി കൂട്ടബലാത്സംഗ കേസ് ഇന്നലെ നമ്മളത് വളരെ ദുഃഖത്തോടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇസ്രായേലി ഈ വനിതയടക്കം 2 പേർ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പുരുഷന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇതിൽ പ്രദേശവാസികളായ 2 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക ഗംഗാവതി സ്വദേശികളായ ചേതൻ സായി, ആൻഡി മല്ലേഷ് എന്നിവരെയാണ് കോപ്പൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 3ാമത്തെ പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, വനിതാ ദിനത്തിൽ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഇതിൽ 3 പേർ പ്രതികളായി ഉണ്ട്. 3 പേർ ബൈക്കിൽ വന്ന 3 പേരാണ് ഉപദ്രവിച്ചത് എന്ന മൊഴി ഉണ്ടായിരുന്നു. 2 പേർ പ്രദേശവാസികളാണ്. മറ്റു വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നത് എന്താണ്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പ്രതികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഈ 3 പ്രതികൾ രാത്രി 11 മണിയോടുകൂടി ഈ ഇസ്രായേലി വിദേശ വനിതയടക്കം 4-അംഗ സംഘം പോകുമ്പോൾ 5-അംഗ സംഘം രാത്രിയിൽ പോകുമ്പോൾ കനാലിന് അടുത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് അതിനുശേഷം ഈ ഇസ്രായേലി വനിതയും ഒപ്പം തന്നെ ഹോം സ്റ്റേ നടത്തിപ്പുകാരിയായ ഹോം സ്റ്റേ നടത്തിപ്പ് ഉടമയുമായ ഈ 2 വനിതകളെ ആക്രമിക്കുകയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 3 പുരുഷന്മാർ സമീപത്തെ കനാലിലേക്ക് തള്ളിയിടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അതിൽ നിന്ന് ഒരാളുടെ മൃതദേഹം കണ്ടെടുക്കുന്നതും ദുഃഖകരമായ വാർത്തകളൊക്കെ പുറത്തു വരുന്നതും. അന്ന് തന്നെ ഈ ഹോസ്റ്റൽ ഉടമ പോലീസിന് നൽകിയ പരാതിയിൽ കൃത്യമായി പറഞ്ഞിരുന്നു 3 പേരാണ് തങ്ങളെ ആക്രമിച്ചത്. ഇവർ 3 പേരും ബൈക്കിലെത്തി ആദ്യം പെട്രോൾ പമ്പിലേക്കുള്ള വഴി ചോദിച്ചു, പിന്നീട് പണം ആവശ്യപ്പെട്ടു. ഇത് നൽകാത്തതിനെ തുടർന്ന് ആക്രമിക്കുകയും പിന്നീട് ഈ ഒപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ട് തങ്ങളെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിൻ്റെ FIR കോപ്പി അടക്കം പുറത്തു വന്നിരുന്നു. അതായത് ഈ കനാലിന് സമീപത്ത് വെച്ച് ആദ്യം 2 പേർ ഈ ഹോം സ്റ്റേ ഉടമയെ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം മറ്റേയാൾ ഇസ്രായേലി വനിതയെയും ബലാത്സംഗം ചെയ്തു. അങ്ങനെ ഗുരുതരമായ നാടിനെ നടുക്കിയ വാർത്ത തന്നെയാണ് വനിതാ ദിനത്തിൽ പുറത്തു വന്നത്. അതിൽ തന്നെ ഇന്നലെയാണ് ഈ 2 പ്രതികളെ, പ്രദേശവാസികളായ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നത്. അവർ പ്രാദേശിക ഭാഷ സംസാരിച്ചിരുന്നു എന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ഇന്നലെ നടത്തിയത്. അങ്ങനെ 2 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ 3ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കി ാണ്. ഇയാളും സമീപവാസി തന്നെ ആയിരിക്കാം എന്നാണ് പോലീസിന് സൂചനയുള്ളത്. ഇവരുടെ ഈ 3 സംഘം ഒന്നിച്ചുള്ള ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളായിരിക്കാം എന്ന് തന്നെയാണ് നിഗമനം. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തുന്നതും. ഒപ്പം തന്നെ മറ്റ് പ്രതികൾക്ക് മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലേക്കുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഇതാണ് സാഹചര്യം. ഏതായാലും 3 പേരാണ് പ്രതികൾ. 2 പേർ പിടിയിലായി. 2 പേരും പ്രദേശവാസികളാണ്. ഒരു പ്രതിയെ കൂടി പോലീസ് അന്വേഷിക്കുന്നു. മലപ്പുറം നിലമ്പൂർ അകമ്പാടത്ത് കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വീടിൻ്റെ മതിലും ഗേറ്റും തകർത്തു. ഇല്ലിക്കൽ ആദിലിൻ്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. CCTV ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഏതാണ്ട് വ്യക്തമായ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം.
അതിൻ്റെ വീട് ഇതിൻ്റെ ഗേറ്റും മതിലും തകർത്താണ് കാട്ടാനകൾ അകത്തേക്ക് കയറിയത്. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ദൃശ്യങ്ങൾ വളരെ പേടിപ്പിക്കുന്നതാണ്. കാരണം കാട്ടാനകൾ ഗേറ്റും മതിലുമൊക്കെ തകർത്ത് അകത്ത് കയറുക എന്നുള്ളത്. മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? വീട്ടുകാരൊക്കെ സുരക്ഷിതരാണോ? രഞ്ജിത്ത്, സത്യം പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ആദ്യം ആരും ഒന്ന് ഭയന്നു പോകും. കാരണം കാട്ടാന വളരെ ചെറിയ ഒരു തട്ടുകൊണ്ട് ആ ഗേറ്റും മതിലും ഒക്കെ ഒന്നിച്ച് മറച്ചിട്ട് വീടിനുള്ളിലേക്ക് കയറുകയാണ്. അത് ജനവാസ മേഖലയാണ്. അവിടെ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ളവർ വിദേശത്താണ്. അതുകൊണ്ടാണ് വലിയ തോതിൽ തന്നെ ഒരു ഭീകര സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാകാതിരുന്നത്. പക്ഷേ ആ പ്രദേശവാസികൾക്കും ഇത് കാണുന്ന നമുക്ക് പോലും എത്രമാത്രം പേടി നൽകുന്നുണ്ട് ആ ദൃശ്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ വ്യക്തമാണ്. അപ്പോൾ അവിടെ നേരത്തെയും ഈ ചാലിയാർ പഞ്ചായത്ത് അത് മലയോര മേഖലയിൽ, അതായത് വനയോരത്തിന് അടുത്തുള്ള പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളും പ്രത്യേകിച്ച് കാട്ടാന ഇറങ്ങലും ഒക്കെ പതിവായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ദൃശ്യം കൂടി പുറത്തു വന്നതോടെ പ്രദേശവാസികളുടെ ആശങ്ക ഏറുകയാണ്. കാരണം ആരുടെ വീട്ടിലേക്കും ഇങ്ങനെയാണെങ്കിൽ കാട്ടാനകളൊക്കെ കയറി വന്നുകൂടെ എന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും പങ്കുവെക്കാനുണ്ടാവുക. അപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കാട്ടിൽ നിന്നും വന്യജീവികൾ ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ ഈ മേഖലയിൽ സജീവമായിട്ട് ശക്തമായിട്ട് എടുക്കേണ്ടതുണ്ട്. ട്രഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സോളാർ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ശക്തമാക്കേണ്ടതുണ്ട്. തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ മുൻപ് ഉയരുന്നതാണ്. ഇത് ഒന്നുകൂടി ശക്തമാവുകയാണ് ഈ ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് CCTVയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാണെങ്കിലും അത്യധികം പേടിപ്പിക്കുന്നതാണ് ഈ ആനകളുടെ മതിൽ തകർക്കുന്ന ദൃശ്യങ്ങളെന്ന് പറയാതെ പറ്റില്ല രഞ്ജിത്ത്. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മതിലും ഗേറ്റും ഒക്കെ തകർത്തകത്ത് കയറുന്ന കാട്ടാനകളുടേത്. നിലമ്പൂർ അകമ്പാടത്താണ് ഈ സംഭവം ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ വെഞ്ഞാറമൂട് പോലീസ് വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങും. അമ്മയെയും പെൺസുഹൃത്തിനെയും കൊന്നതും വൈരാഗ്യത്തെ തുടർന്നാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരുന്നത്. കടം വാങ്ങിയ മാല തിരിച്ചു ചോദിച്ചതാണ് സുഹൃത്തിനോടുള്ള വൈരാഗ്യത്തിന് കാരണം. അമ്മ പലരിൽ നിന്നും കടം വാങ്ങിയതും പകയ്ക്ക് കാരണമായി എന്നും വ്യക്തമാകുന്നുണ്ട്. BB വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ കേസിലെ ആദ്യ കേസിലെ തെളിവെടുപ്പ് ഇന്നലെയാണ് പൂർത്തിയായത്. മറ്റു പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, വെഞ്ഞാറമൂട് പോലീസ് വളരെ വൈകാതെ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. ഇനി ഈ പേരുമലയിലെ വീട്ടിൽ കാമുകിയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസുണ്ട്. അമ്മയെ ആക്രമിച്ചത് അവിടെയാണ്. ഈ കേസിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം 2 കേസുകളുടെ അറസ്റ്റ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസാണ്. അതിൽ ഇതുവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിന്റെ നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷം കിളിമാനൂർ പോലീസും ആ കേസിൽ തെളിവെടുപ്പ് നടത്തും. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ തെളിവെടുപ്പിനിടെ ചോദ്യം ചെയ്യൽ കൂടി നടത്തിയിരുന്നു. അതിൽ ഈ പറയുന്നത് നേരത്തെ ഒരു സഹതാപത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. തനിക്ക് ശേഷം ഇവർക്ക് അതായത് അമ്മയ്ക്കും അനുജനും കാമുകിക്കുമൊന്നും ആശ്രയം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവർ പ്രതിസന്ധിയിലാകും, അതുകൊണ്ട് അവരെ കൊന്നു എന്ന തരത്തിൽ. പക്ഷെ അങ്ങനെയല്ല വിവരങ്ങൾ പുറത്തു വരുന്നത്. കാമുകി മാല നൽകിയിരുന്നു. ഈ മാല തിരികെ ചോദിച്ചതിൽ കാമുകിയോട് കടുത്ത അമർഷവും വൈരാഗ്യവും ഉണ്ടായി. മാത്രമല്ല അമ്മ കടം വാങ്ങുന്നത് അത് പലരിൽ നിന്നായി കടം വാങ്ങുകയും ഈ ആലോചനയില്ലാതെ താനുമായി ആലോചിക്കാതെ ഒക്കെയും പലപ്പോഴും ഈ കടം വാങ്ങിയതൊക്കെ അതും ഒരു വൈരാഗ്യത്തിന് കാരണമായി. അമ്മയും മകനും ചിട്ടി നടത്തിയത്, അമ്മ ചിട്ടി നടത്തിയിരുന്നു, പലരിൽ നിന്നായി കടം വാങ്ങിയിരുന്നു. ആഡംബര ജീവിതം ഒരു വശത്ത്, അഫാന്റെ ആഡംബര ജീവിതം ഒരു വശത്ത് നടന്നിരുന്നു. അതേസമയം ഈ മാതാവിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ അതിലും വിയോജിപ്പുണ്ടായിരുന്നു. അങ്ങനെ മാതാവിനോടും വൈരാഗ്യമുണ്ടായിരുന്നു. മാതാവിനെ ആ നിലയ്ക്ക് കൊലപ്പെടുത്തിയെന്ന മൊഴിയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുക എന്നത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ മുമ്പിലുള്ള ഒരു കാര്യം. അതിനാവശ്യമായ തെളിവെടുപ്പും രേഖകൾ
ശേഖരിക്കലും ഉൾപ്പെടെയുള്ള നടപടികളുമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്, ഞങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. സൂര്യാഘാതമേറ്റ് ഇന്നലെ വയോധികൻ മരിച്ചു. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കർശന ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഐഷത്തുൽ ഷംന ചേരും. ഷംന, ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് പകൽ സമയത്തൊക്കെ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലാതെ തന്നെ ആരോഗ്യപരമായി എന്തൊക്കെ മുൻകരുതൽ വേണമെന്ന കാര്യത്തിലും മറ്റും. ഇപ്പോൾ ചൂട് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെയാണ് കാസർഗോഡ് ഒരു വയോധികൻ സൂര്യാഘാതം മൂലം മരണപ്പെട്ടത്. ഇതേ തുടർന്ന് തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചൂട് കൂടുന്നുണ്ട്. സാധാരണഗതിയിൽ മാർച്ച് മാസത്തിൽ തുടക്കത്തിൽ തന്നെ, സാധാരണഗതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചൂടാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ കർശനമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ 4 മണി വരെ നേരിട്ട് സൂര്യകിരണങ്ങൾ പതിക്കുന്ന തരത്തിൽ, ശരീരത്തിൽ പതിക്കുന്ന തരത്തിൽ വെയിൽ കൊള്ളരുത്. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് പൂർണ്ണമായും ആ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം ധാരാളം വെള്ളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക മുതലായവയെല്ലാം പാലിക്കണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. പക്ഷേ രഞ്ജിത്ത്, ഇപ്പോഴും ഈ തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ തെക്കൻ ജില്ലകളിൽ ചൂട് കുറവുണ്ട്. മറ്റ് വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ നേരിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം മലബാർ ഏരിയകളിൽ അല്ലെങ്കിൽ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. നാളെ കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആശാവർക്കർമാരുടെ സമരം നമുക്കറിയാം കഴിഞ്ഞ 28 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ ന്യായമെന്നാണ് CPM PB അംഗം ബൃന്ദ കാരാട്ടിൻ്റെ പ്രതികരണം. ആശാവർക്കർമാരെ ചൂഷണം ചെയ്യുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. സംസ്ഥാന സർക്കാരിനെതിരെ ആശാവർക്കർമാരായ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും ബൃന്ദ പറഞ്ഞു. ന്യൂസ് 18 Q18 പ്രതികരണം. If you can comment on ASHA health workers strike, which is still going on. Does CPM show an intolerance to such struggles or such public strike, which like party itself denying its history? Don't you think so? I don't think the party is denying its history at all. In fact, we are organizing ASHA workers throughout India. Many of the unions of the ASHA workers are affiliated to the CITU. And there's undoubtedly the ASHA workers across India, Kerala and across India, the nature of this scheme is such that it is a totally exploitative scheme. There's absolutely no denying it. The ASHA workers must be regularized. ASHA workers must be getting pension. ASHA workers should get proper wages as other government employees do. In the nature of the scheme, my question to my sisters who are out on strike for the last 25 days, in my experience of struggle, which is a continuing experience, I always feel that one should identify the main force responsible for my plight. Now, if I misidentify the main force responsible for my plight, am I taking my struggle forward or not? That is the question. According to my understanding, and I think according to the understanding of any ASHA women workers, they know very well that the nature of the scheme, it is a central government which is primarily responsible for the plight of ASHA workers today. As far as the honorarium is concerned, the state government is paying the entire honorarium. And if you look at the whole country, the fact is that today the Kerala government is paying the highest honorarium throughout India at a time when it is being denied and being punished for helping workers. So the party thinks there is a hidden agenda behind whoever initiating the strike. Quite frankly, I am not into all that. I don't talk about hidden or open or agenda or whatever. That is not at all my concern. I am concerned that for 25 days, women strike, in struggle. And
unfortunately, they are unable to see that the main force behind this plight of ASHA workers, as far as the government of Kerala is concerned, there were arrears, which is very unfortunate, and definitely it is a government duty to clear those arrears. I mean, there's absolutely no question about that. സ്വകാര്യ സർവകലാശാലകളെ കണ്ണടച്ച് തള്ളുകയല്ല CPM നയമെന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറയുന്നത്. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന വിദ്യാഭ്യാസ കച്ചവടത്തെയാണ് പാർട്ടി എതിർക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അതാണ് നടക്കുന്നത്. കേരളത്തിൽ വരാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലകൾ അങ്ങനെയുള്ളവയല്ലെന്നും ബൃന്ദ കാരാട്ട് വ്യക്തമാക്കി. Q18-ലായിരുന്നു PB അംഗത്തിന്റെ പ്രതികരണം. Let me clarify the word I said, drastic change on some policies. It's regarding the private universities. Once CPM used to oppose the private universities, now the government itself welcoming it as a bench or as a whole. Isn't it a change? No, in fact, if you look at the private university policy, you will find even within the private university policy, the kind of regulations that we have in the act which has been adopted in Kerala is quite unique for the whole country. It is here in Kerala where you are ensuring reservations. Nowhere throughout India, including in all the Congress-run states where they have gone whole hog in privatization of education, here in Kerala, we are supporting the government sector, and what we are trying to do is to ensure that the regulations which apply to the government sector equally apply to the private sector. I think that's unique. It's a wonderful thing, and let us see how we can implement it. There's reservation, there's the question of, for poorer sections of students, there's a question of how you promote education for those sections. I think it's wonderful. That means the party back up the government decision regarding the private universities. I would say the particular way in which the private universities have come in Kerala, the context in which it has come, the linkages between what the Kerala students are facing today. They're going all over India into the worst, most rapacious private universities. So here you are giving them the opportunity. This is a demand of the Kerala students because they're spending so much money going outside. So here you are trying to find a way out. It's not the way the private universities are running. Say, for example, in Maharashtra or Delhi, where education has become a commodity. Here you are trying to give some relief to Kerala students who are going outside and spending so much money by bringing in these universities and trying to have a kind of a regulatory mechanism. So I would say that it's a road that in a Kerala context, the government found necessary. But certainly, if you look at private universities across India, there's no way we can support that because they're rapacious. Here the context is different. I mean the way that they're exploiting students and the way the government is giving concessions after concessions to them, and they are not keeping those conditions which have been imposed. So that kind of privatization of universities, the party has been very strong, and we are today too. So I don't think there's any change in the policy about our approach towards the privatization of education. Education cannot become a commodity for profit, and we're very clear about that. So I don't think there's any change as far as that is concerned. ഇടവേളയ്ക്ക് ശേഷം രാവിലെ തുടരും.